Question number 4 വരെ ചെയ്തിട്ടുണ്ട്. യെസ്, അവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കിയോ? ഏതൊക്കെയാണ് ഇനി ബാക്കി ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ്? ക്വസ്റ്റ്യൻ നമ്പർ പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാം. അതോ 1 by 1 ആയിട്ട് ചെയ്യേണ്ടതുണ്ടോ എല്ലാ ക്വസ്റ്റ്യൻസും? ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് നോക്കിയോ? Question number 5. A marble block of mass 2 kg lying on ice when given a velocity of 6 meters per second is stopped by friction in 10 seconds. The coefficient of friction is. So, this is an ice block, ice slab, surface. A block, a marble block of mass 2 kg, given a velocity, initially we have a velocity 6 meters per second. 6 meters per second is stopped by friction in 10 seconds. So, for 10 seconds of slide, 10 seconds on a time, stop. Okay, so the coefficient of friction. So, in this case, the retardation is friction. Like frictional force is retardation produce. So, frictional force is equal to mu k n sliding. Okay. And where n is equal to, in case normal reaction upward, normal reaction downward, weight equal on 2g, n is equal to g equal to 10 on 10. So this is 20 Newton. So initial velocity 6 meters per second, final velocity 0, time 10. So acceleration is equal to v minus u by t. ഇവിടെ acceleration or retardation ആണ് ഉണ്ടാവുക obviously. ഈ കാണുന്ന acceleration നമുക്ക് രണ്ട് രീതിയിൽ എഴുതാം. Force, frictional force divided by mass must be equal to initial final velocity 0 minus initial velocity 6 divided by 10. നമ്മൾ കണ്ടുപിടിക്കേണ്ട coefficient of friction ആണ്. So this is mu k into 20 divided mass 2 kg is equal to minus 0.6. So mu k is equal to minus 0.6 into 2 divided by 20. This is minus 0.6 divided by 10. This is minus 0.06. And negative in the mu k is equal to 0.06. Okay, so the answer is option D. Next, question number 6. Question number 6. Rocket propulsion ആയി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ. സോ റോക്കറ്റ് പ്രൊപ്പൽഷന്റെ കേസിൽ ഒരു പ്രത്യേകത ഉള്ളത്, നമ്മൾ സാധാരണ എഫ് ഈസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി, അതിൽ ഡി ബൈ ഡി ടി ഓഫ് എം വി, അതിൽ നമ്മൾ സാധാരണ മാസ് കോൺസ്റ്റന്റും എം ഇൻറ്റു ഡി വി ബൈ ഡി ടി, അവിടെ നിന്നാണ് നമുക്ക് ദിസ് ഇസ് എം എ എന്ന് കിട്ടുന്നത്. അതേസമയം റോക്കറ്റ് പ്രൊപ്പൽഷന്റെ കേസിൽ നോർമൽ കേസാണ് പറയുന്നത്. റോക്കറ്റ് പ്രൊപ്പൽഷന്റെ കേസിൽ എഫ് ഈസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി, ഫോഴ്സ് സെക്കൻഡ് അനുസരിച്ച് ഇസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ലീനിയർ മൊമെന്റം ഡി പി ബൈ ഡി ടി. പക്ഷേ അവിടെ ഡി ബൈ ഡി ടി ഓഫ് എം വി എന്ന് പറയുന്നതിൽ എം കോൺസ്റ്റന്റ് അല്ല. റോക്കറ്റിന്റെ കേസ് നിങ്ങൾക്ക് അറിയാം, റോക്കറ്റിന്റെ ആക്ച്വൽ മാസിന്റെ വലിയൊരു പെർസെന്റേജ് ഫ്യൂവലാണ്. സോ ഫ്യൂവൽ ബേൺ ചെയ്ത് എക്സോസ്റ്റ് ആയിട്ട് ജെറ്റ് ആയിട്ട് പുറത്തേക്ക് വരുന്നതിനനുസരിച്ച് റോക്കറ്റിന്റെ മാസ് കുറഞ്ഞിരിക്കും. സോ അവിടെ നമ്മൾ ഫോഴ്സ് ആയിട്ട് എടുക്കാറുള്ളത് അതിലെ വി കോൺസ്റ്റന്റ്, ഡി എം വി കോൺസ്റ്റന്റ് മീൻസ് അറ്റ് ദാറ്റ് ഇൻസ്റ്റന്റ്, ആ ഇൻസ്റ്റന്റിലെ വി ഇൻറ്റു ഡി എം ബൈ ഡി ടി. സോ ഇതാണ് ഫോഴ്സ്. ഓക്കെ, സോ മാസിലാണ് വേരിയേഷൻ ഉള്ളത്. എനിവേ, സോ അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യൻ നമ്പർ 6. A 5,000 kg rocket is set for vertical firing. The exhaust speed is 800 meters per second. To give an initial upward acceleration of 20 meters per second, the amount of gas ejected per second to supply the needed thrust will be. Rocket in the mass
5,000 kg. The exhaust speed is 800 meter per second. Exhaust speed 800 meter per second. To give an initial upward acceleration of 20 meter per second square, it must have an acceleration of 20 meter per second square. The amount of gas ejected per second to supply needed thrust. So മുകളിലേക്ക് അത്രയും thrust ഉണ്ടാവാൻ ഒരു സെക്കൻഡിൽ ഇജക്ട് ചെയ്യുന്ന ഗ്യാസ് അല്ലെങ്കിൽ എക്സോസ്റ്റ് ജെറ്റ് നമുക്ക് വിളിക്കുന്ന സാധനം അതിന്റെ എമൗണ്ട് ആണ് ചോദിച്ചുള്ളത്. സോ അതിന്റെ ഓപ്ഷൻസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇറ്റ്സ് മാസ് പെർ യൂണിറ്റ് ടൈം അഥവാ dm/dt ആണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ഈ കാണുന്ന മാസ് താഴേക്ക് വരുന്നതുകൊണ്ട് ഇതിന് മുകളിലേക്ക് അപ്വേർഡ് ഫോഴ്സ് ഉണ്ടാവും. എക്സോസ്റ്റ് കാരണമുള്ള ഫോഴ്സ് മുകളിലേക്ക് ഉണ്ടാവും. ദാറ്റ് ഈസ് ഈക്വൽ ടു V into dm/dt. ഓക്കെ, ഇനി അത് കൂടാതെ ഒരു ഫോഴ്സ് താഴേക്ക് ഉണ്ട്, അതിന്റെ വെയിറ്റ് ആണ് mg at that ഇൻസ്റ്റന്റിലെ mg. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഇനീഷ്യലി ആക്സിലറേഷൻ 20 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ therefore net force is equal to mass into acceleration. Ready? So what is the net force? Obviously the മുകളിലേക്ക് ആക്സിലറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മുകളിലേക്കുള്ള ഫോഴ്സ് ആയിരിക്കും കൂടുതൽ. ദാറ്റ് ഈസ് v into dm/dt minus mg must be equal to m into acceleration a. So അവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഈ കാണുന്ന dm/dt. So dm/dt is equal to ma plus mg. mg ഞാൻ റൈറ്റ് സൈഡിലേക്ക് ഇട്ടു, ലെഫ്റ്റ് സൈഡിൽ ഉണ്ടായിരുന്ന കൂടെ ഉണ്ടായിരുന്ന v എന്ന് താഴെ എടുത്തു. So what is m? m is 5,000 into മുകളിലേക്കുള്ള ആക്സിലറേഷൻ a എന്ന് പറയുന്നത് 20 ആണ്, പ്ലസ് g എന്ന് പറയുന്നത് 10 ആണ്, ഡിവൈഡഡ് ബൈ velocity 800. So this is equal to 100 seconds later 50 into 30 divided by 8. That is 5 into 3 is 15 into 10 raised to 2 by 8. So what is 15 by 8? 15 by 8 is 1.7 by 8. 70 by 8 എന്ന് പറയുമ്പോൾ 1.8 64 6 60 7 1.87. അപ്പോഴത്തേന് ആൻസർ കിട്ടിയാണ് 1.875 ആണ് വരെ ഇൻറ്റു 10 raised to 2 187.5 യൂണിറ്റ് kg per second. അതാണ് dm/dt പുറത്തേക്ക് വരുന്ന എക്സോസ്റ്റ്. Okay, the answer is option B, correct. Next, question number 7. So ചെയ്ത സ്റ്റെപ്സ് ഒന്നുകൂടെ നോക്കൂ. ബേസിക്കലി ഇതാണ് ഈ ഫ്രീ ബോഡി ഡയഗ്രാം എന്ന് പറയുന്നത്. അതായത് ആ ഒബ്ജക്റ്റിൽ ആക്ട് ചെയ്യുന്ന എല്ലാ ഫോഴ്സും നമ്മൾ മാർക്ക് ചെയ്യും, എന്നിട്ട് അതിന്റെ എല്ലാം കൂടെ റിസൾട്ടന്റ് എന്ന് പറയുന്നത് അതായിരിക്കണം മാസ് ഇൻടു ആക്സലറേഷൻ. അതാണ് ഈ ഫ്രീ ബോഡി ഡയഗ്രാം എന്ന് പറയുന്നതിന്റെ ഐഡിയ. Okay, or net force divided by mass ആയിരിക്കും ആ കാണുന്ന ഒബ്ജക്റ്റിന്റെ നെറ്റ് ആക്സലറേഷൻ. ഓക്കെ, സോ അതാണ് നമ്മൾ ഈ മുകളിൽ എഴുതി വെച്ച സംഭവം. നെറ്റ് ഫോഴ്സ്, നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു മാസ് ഇൻടു നെറ്റ് ആക്സലറേഷൻ. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 7. A 10 Newton force is applied on a body producing an acceleration of 1 meter per second where the mass of the body is. Where പറഞ്ഞു? A simple question ആണ്. Mass will be 10 kg. Yes. F is equal to MIUC ആണ്. Question number 8. A ball of mass 150 gram moving with an acceleration of 20 meter per second square is hit by a force which acts on it for 0.1 second. The impulsive forces.
ball of mass 150 gram moving with an acceleration is hit by a force which acts on it for 0.1 second. The impulsive force is. പാട്ടൊക്കെ കേൾക്കുന്ന ആൾക്കാർ മൈക്ക് ഓഫ് ചെയ്തിട്ട് കേൾക്കും. All right, so question number 8, something indoor information missing. Impulsive force ആണ് ചോദിക്കുന്നത്. നമ്മുടെ കയ്യിൽ ആ ബോൾ മൂവ് ചെയ്യുന്ന ആ ബോള് ചെന്ന് ഇടിച്ച് സ്റ്റോപ്പ് ആയോ ഇല്ലെന്ന് നമുക്കറിയില്ല. സം ഇൻഫർമേഷൻ ഈസ് മിസ്സിംഗ്. ടൈം വന്നിട്ടുണ്ട്. ഇമ്പൾസ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഇമ്പൾസീവ് ഫോഴ്സ് ആണ് ചോദിച്ചത്. ഫോഴ്സ് ഇൻറ്റു ടൈം ആണ് ഇമ്പൾസ്. ഇമ്പൾസ് ചേഞ്ച് ഇൻ മൊമെന്റ് ആണ്. ആ മൊമെന്റത്തിൽ എത്ര ചേഞ്ച് വന്നു എന്ന് പറഞ്ഞിട്ടില്ല. സ്റ്റോപ്പ് ആയോ ഇല്ലേ എന്ന് പറഞ്ഞിട്ടില്ല. സോ തൽക്കാലം ആ ക്വസ്റ്റൻ അവിടെ നിൽക്കട്ടെ. ക്വസ്റ്റൻ നമ്പർ 8 സം ഇൻഫർമേഷൻ. ഓക്കെ, സോ ക്വസ്റ്റൻ നമ്പർ 8 അവിടെ നിൽക്കട്ടെ. Some information missing in that question. Question number 9. Question number 9. Question number 9. If the force on a rocket moving with a velocity of 300 meters per second is 345 newton, then the rate of combustion of the ഇതിപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത സിമിലർ ക്വസ്റ്റ്യൻ തന്നെയാണ്. Force on a rocket moving with the velocity 300 meters per second is 345 newton. So 345 newton ആണ് force. And the velocity is 300 meters per second. So അങ്ങനെയാണെങ്കിൽ what is the rate of combustion? So അതെങ്ങനെ കിട്ടും? Rate of combustion calculate ചെയ്യാൻ. Rate of combustion എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്ര ആണ് ഓരോ സെക്കൻഡിലും ബേൺ ചെയ്ത് പുറത്തേക്ക് തള്ളുന്ന മാസ്. ഓക്കെ, സോ dm/dt ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. So F is equal to V dm/dt. So dm/dt is equal to force 345 divided by 300. So it will be answer വരും 1 point വരുന്ന ഒരു ആൻസറേ ഉള്ളൂ. വെയിറ്റ് ഓഫ് ദ റോക്കറ്റ് കൺസിഡർ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ആൻസർ എവിടേക്ക് വരില്ല. ഓക്കെ, സോ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് നെറ്റ് ഫോഴ്സ് എന്ന് കൺസിഡർ ചെയ്യേണ്ടി വരും. ഒന്നുകൂടെ, ഫോഴ്സ് ഓൺ ദ റോക്കറ്റ് മൂവിംഗ് ദ വെലോസിറ്റി 300 മീറ്റർ പെർ സെക്കൻഡ് ഇസ് 345 എന്ന് പറയുമ്പോൾ 345 എന്നുള്ളത് എന്താ പറയുക, റോക്കറ്റിന്റെ മാസും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള എഫക്റ്റീവ് ഫോഴ്സ് ആണ് കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, അതല്ലാതെ നമുക്ക് മാസ് ഇൻഫർമേഷൻ തരാത്തതുകൊണ്ട് യാതൊരു രീതിയിൽ നമുക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഓക്കെ, സോ അതൊരു ക്വസ്റ്റ്യന്റെ പ്രോബ്ലം ആണ്. റോക്കറ്റിന്റെ മാസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. സോ 1 പോയിന്റ് വരുന്ന ഒരു ആൻസറേ ഉള്ളൂ എന്നുള്ളതുകൊണ്ട് 1.15 kg/s. ഓക്കെ, സോ വേറെ അതിൽ പ്രത്യേകിച്ച് ചെയ്യാനൊന്നുമില്ല. അടുത്ത ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 10. Question number 10. A satellite in a force-free space sweeps stationary interplanetary dust at a rate dm/dt equal to alpha v. The acceleration of the satellite is. ഒരു സാറ്റലൈറ്റ് ഇൻ എ ഫോഴ്സ്-free space, വേറെ പ്രത്യേകിച്ച് ഫോഴ്സ് ഒന്നും ഇതിൽ ആക്ട് ചെയ്യുന്നില്ല, sweeps stationary interplanetary dust at a rate dm/dt equal to alpha v. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത്രയും കൺസിഡർ ചെയ്താൽ മതി. ഒരു സാറ്റലൈറ്റ് അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ സാറ്റലൈറ്റ് ആ കാണുന്ന സാറ്റലൈറ്റ് മൂവ് ചെയ്യുന്ന പാത്തിലുള്ള ഡസ്റ്റ് കളക്ട് ചെയ്യുന്നത്. സോ സ്വാഭാവികമായിട്ടും ആ ഡസ്റ്റ് കളക്ട് ചെയ്യുമ്പോൾ ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാസ് ഓഫ് ദ റോക്കറ്റ് ഡസ്റ്റ് കളക്ട് ചെയ്യുന്നതിനനുസരിച്ച് റോക്കറ്റിന്റെ മാസിൽ ചേഞ്ച് വരും. അതാണ് dm/dt is given as alpha v. അവിടെ v എന്ന് പറയുന്നത് റോക്കറ്റിന്റെ വെലോസിറ്റി ആണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ what will be its acceleration? സ്വാഭാവികമായിട്ടും വേറെ എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ഇല്ലാത്ത, സിൻസ് no external force, momentum has to be conserved.
ഓക്കെ, മൊമെന്റത്തിന്റെ കേസ് എടുക്കണ്ട. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ആക്സിലറേഷൻ ഓഫ് ദ സാറ്റലൈറ്റ്. സോ റോക്കറ്റിന്റെ മാസിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന റേറ്റ് എന്ന് പറയുന്നത് dm/dt ആണ്. സോ അപ്പൊ റോക്കറ്റിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഈ കാണുന്ന ഡസ്റ്റ് ആക്കെ ഇതിന്റെ മുകളിൽ വന്ന് അടിഞ്ഞു കൂടുന്നതുകൊണ്ട് റോക്കറ്റിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഫോഴ്സ് എക്സ്പീരിയൻസ് ബൈ റോക്കറ്റ് is equal to v dm/dt. റോക്കറ്റിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് v dm/dt ആണ്. where v is the velocity of the rocket and dm/dt is the rate of change of mass. ആ റോക്കറ്റിന്റെ മാസ് കൂടി വരുന്നുണ്ട്. സോ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് അതിന് റിട്ടാർഡേഷൻ ഉണ്ടാവും. സോ റിട്ടാർഡേഷൻ ഓർ ആക്സിലറേഷൻ, ഈ കാണുന്ന അതിന്റെ ഒബ്ജക്ട് മൂവ് ചെയ്യുന്ന വെലോസിറ്റിക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഫോഴ്സ് ഉണ്ടാവുക. സോ റിട്ടാർഡേഷൻ നമ്മൾ അതിന്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം കണ്ടുപിടിക്കുന്നുള്ളൂ. ഇസ് ഈക്വൽ ടു f/m. റോക്കറ്റിന്റെ മാസ് m ആണ്, ആ m വേരി ചെയ്യുന്നത്. ദിസ് ഇസ് ഈക്വൽ ടു v dm/dt divided by m. Now what is dm/dt? dm/dt തന്നിട്ടുണ്ട്, that is alpha v divided by m. So this is equal to alpha v square by m. Okay, so the answer is ഓപ്ഷൻ ബി. അതിലെല്ലാ ഓപ്ഷനിലും നെഗറ്റീവ് ഉണ്ട്. അതിന് കാരണം ഈ പറയുന്ന റിട്ടാർഡേഷൻ ആണ് എന്നുള്ളതാണ്. ഓക്കെ, സോ നമുക്ക് അത് നെഗറ്റീവ് ആണെന്നുള്ളത് ഓൾറെഡി അറിയാം. സോ റിട്ടാർഡേഷൻ ആണ്, അതുകൊണ്ടാണ് ഇറ്റ്സ് മൈനസ് ആൽഫ വി സ്ക്വയർ ബൈ എം. സോ ഓപ്ഷൻസിൽ പോസിറ്റീവും നെഗറ്റീവും ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നിങ്ങൾ നെഗറ്റീവ് തന്നെ ചൂസ് ചെയ്യണം. ഓക്കെ, ഒന്നുകൂടെ. ഓക്കെ, സോ ഫൈൻ. ഒരു റോക്കറ്റ് അല്ലെങ്കിൽ സാറ്റലൈറ്റ്, ഇതാണ് സാറ്റലൈറ്റ്. സാറ്റലൈറ്റിന്റെ മാസ് m ആണ്. ഇതൊരു v വെലോസിറ്റിയിൽ പോകുന്നത്. ആ v വെലോസിറ്റിയിൽ പോകുമ്പോൾ അവിടെ ഇവിടെയൊക്കെയുള്ള ഡസ്റ്റും പാർട്ടിക്കിൾസ് ഒക്കെ ഇത് കളക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇതിന്റെ മാസ് എന്ത് ചെയ്യുന്നു? ഇതിന്റെ മാസ് കൂടി വരുന്നു. മാസ് കൂടുന്ന റേറ്റ് ആണ് dm/dt, which is given as alpha. ഓക്കെ, സ്വാഭാവികമായിട്ട് ഇതിന്റെ മാസ് കൂടി വരുമ്പോൾ അതിന്റെ വെലോസിറ്റി കുറയും. അതിന്റെ വെലോസിറ്റി കുറയും. ആ വെലോസിറ്റി കുറയുന്നതുകൊണ്ടാണ് റിട്ടാർഡേഷൻ ഉണ്ടെന്ന് പറയുന്നത്. സോ ഇത് എന്തുകൊണ്ടാണ് വെലോസിറ്റി കുറയുന്നത്? അതിന്റെ വെലോസിറ്റി കുറയാനുള്ള കാരണം ഈ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഡസ്റ്റ് കളക്ട് ചെയ്യുന്നുണ്ടാവും. സോ അപ്പൊ നമുക്ക് ആ ഡസ്റ്റ് കളക്ട് ചെയ്യുന്നത് കൊണ്ട് അതിന്റെ വെലോസിറ്റി കുറയുന്നു എങ്കിൽ ആ ഡസ്റ്റ് കളക്ട് ചെയ്യുമ്പോൾ അതിനുണ്ടാവുന്ന റിട്ടാർഡിങ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ വെലോസിറ്റി സെയിം ആണ്, dp/dt. മൊമെന്റത്തിൽ ചേഞ്ച് ഉണ്ടാവും. ഓക്കെ, ഈ കാണുന്നതിൽ d/dt ഓഫ് v m into v എന്ന് എഴുതാം നമുക്ക്. അതില് v കോൺസ്റ്റന്റും dm/dt വേരിയിങ് അല്ലെങ്കിൽ മാസ് വേരിയിങ്ങുമാണ്. ആ dm/dt വേരി ചെയ്യുന്ന f is equal to v into dm/dt ആണ് ആൽഫ. നമുക്ക് വേണ്ടത് ആക്സിലറേഷൻ ആണ്. ആക്സിലറേഷൻ f/m is equal to v alpha v divided by m അഥവാ alpha v square by m. ഇതാണ് റിട്ടാർഡേഷൻ ഉണ്ടാവുക. ഓക്കെ, സോ ഒന്നുകൂടെ, മാസ് കളക്ട് ചെയ്ത് പോകുന്നതുകൊണ്ട് ആ റോക്കറ്റിന്റെ എൻ്റയർ മാസ് കൂടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് അതിന്റെ വെലോസിറ്റി കുറയും. ആ വെലോസിറ്റി കുറയുന്ന റേറ്റ് ആണ് ആക്സിലറേഷൻ. ആ ആക്സിലറേഷൻ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. Question number 11. A monkey of mass 20 kg is holding a vertical rope. The rope will not break when the mass of 25 kg is suspended from it, but will break if the mass exceeds 25 kg. What is the maximum acceleration with which the monkey can climb up along the rope? അതായത് ഒരു റോപ്പ്, ആ റോപ്പിന് മാക്സിമം it can hold up to 25 kg. So അതിന് മാക്സിമം ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ലോഡ് എന്ന് പറയുന്നത് 25 kg ആണ്. എന്ന് പറഞ്ഞാൽ maximum tension is equal to
25G. അത് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കും. ആ കാണുന്ന റോപ്പിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ടെൻഷൻ എന്ന് പറയുന്നത് 25 ടൈംസ് ഇൻറ്റു ഗ്രാവിറ്റി ആണ്. സോ ആ ഗ്രാവിറ്റി 10 എന്ന് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. സോ ദിസ് ഇസ് ലെറ്റ്സ് സേ 250 ന്യൂട്ടൺ. ഇനി monkey of mass 20 kg is holding a vertical rope. So ഇതേ റോപ്പിൽ monkey is holding on to it. Okay, ആ മങ്കിയുടെ മാസ് 20 kg ആണ്. സ്വാഭാവികമായിട്ടും ആ ഇൻസ്റ്റന്റ് ടെൻഷൻ എത്ര വരും? നമുക്കറിയാം, ആ കാണുന്ന മങ്കി ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ ടെൻഷൻ ഈസ് 20G അഥവാ 200 ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ സേഫ് ആണ്. കാരണം മാക്സിമം 250 ആണ്. സോ 250നേക്കാളും 200 കുറവാണ് ഇപ്പോഴുള്ള ടെൻഷൻ, അതുകൊണ്ട് സേഫ് ആണ്. ഇനി നമ്മളോട് ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ സേഫ് ആണോ അല്ലേ എന്നല്ല, വാട്ട് ഇസ് ദ മാക്സിമം ആക്സിലറേഷൻ വിത്ത് വിച്ച് ദ monkey can climb up along the rope. സോ ആ മങ്കി ഈ കാണുന്ന റോപ്പ് പിടിച്ച് മുകളിലേക്ക് കയറി പോവുകയാണെങ്കിൽ, if it is going up with an acceleration a, അങ്ങനെയാണെങ്കിൽ ആ ആക്സിലറേഷന്റെ മാക്സിമം വാല്യൂ എത്രയാണ്? സ്വാഭാവികമായിട്ടും അങ്ങനെ അത് ആ മങ്കി മുകളിലേക്ക് കയറി പോകണം എങ്കിൽ ഇറ്റ് മസ്റ്റ് ഹാവ് എ നെറ്റ് ഫോഴ്സ്. ഒരു ആക്സിലറേഷന്റെ മുകളിലേക്ക് കയറി പോകണമെങ്കിൽ മങ്കിക്ക് ഒരു നെറ്റ് ഫോഴ്സ് ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ മങ്കി ഹോൾഡ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെയാണെങ്കിൽ അതിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഇതാ ഇവിടെ നോക്ക്, ഈ കാണുന്ന സ്ട്രിങ്ങിലുള്ള ടെൻഷൻ, രണ്ടാമത് ഈ കാണുന്ന മങ്കിയുടെ വെയിറ്റും ആണ്. ഇനി സ്ട്രിങ്ങിനെ സംബന്ധിച്ചിടത്തോളം എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത്, സ്ട്രിങ്ങിനെ നമ്മൾ താഴേക്ക് പിടിച്ചു വലിക്കുന്നത് അത് ടി ആണ്. റെഡി? ഇതാണ് നമ്മൾ വരയ്ക്കുന്ന ഫോഴ്സസ്. സോ മങ്കിയുടെ കേസിൽ ഫോഴ്സസ് upward T, downward mg, and the acceleration is a. Okay, so therefore you can write what is the net force. What is the net force acting on the monkey is T minus mg must be equal to ma. സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കാം, T is equal to ma plus mg. ശ്രദ്ധിച്ച ഒരു മിനിറ്റ്, ഈ കാണുന്ന ഈ എഴുതിയതിന്റെ മീനിങ് ഓക്കെ, ടി മൈനസ് എം ജി ഇസ് ഈക്വൽ ടു എം എ എന്ന് പറയുന്നില്ല, അല്ലെങ്കിൽ ടി മുകളിലേക്കും എം ജി താഴേക്കും ഈ ആക്ട് ചെയ്യുന്ന ഫോഴ്സസിൽ, അതായത് ആ കാണുന്ന സ്ട്രിങ്ങിൽ മങ്കി ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സ്ട്രിങ്ങിന്റെ ടെൻഷൻ ആണ് മങ്കിയെ മുകളിലേക്ക് പിടിച്ചു വലിക്കുന്നത്, മങ്കിയുടെ വെയിറ്റ് താഴേക്ക് ഉണ്ടാവും. സോ അതിന്റെ രണ്ടിന്റെയും കൂടെ റിസൾട്ടന്റ് ആണ് നെറ്റ് ഫോഴ്സ്. ഓക്കെ, മങ്കി റെസ്റ്റിലാണെങ്കിൽ, ഈ കേസിൽ ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ കേസ് പോലെ മങ്കി റെസ്റ്റിലാണെങ്കിൽ, ഈ കേസിലുള്ള പോലെ മങ്കി റെസ്റ്റിലാണെങ്കിൽ എന്ത് ഈക്വൽ ആണ്? നെറ്റ് ഫോഴ്സ് 0 ആണ്, മുകളിലേക്കുള്ള ടെൻഷനും താഴേക്കുള്ള വെയിറ്റും ഈക്വൽ ആണ്. ഓക്കെ, സോ ഇവിടെ ടി എന്ന് പറയുന്ന മുകളിലേക്കുള്ള ടെൻഷൻ താഴേക്ക് എം ജി, അതിന്റെ റിസൾട്ടന്റ് ഫോഴ്സ് ആണ് മങ്കിക്ക് ആക്സിലറേഷൻ ഉണ്ടാക്കുന്നത്. അഥവാ ടി മൈനസ് എം ജി എന്ന് പറയുന്നത് നെറ്റ് ഫോഴ്സ്, അതാണ് മാസിന്റെ നെറ്റ് ആക്സിലറേഷൻ. സ്വാഭാവികമായിട്ടും ഈ ടിയുടെ ഇക്വേഷൻ എഴുതുമ്പോൾ ടി ഈക്വൽ ടു എം എ പ്ലസ് എം ജി ആണ്. ഈ ആക്സിലറേഷൻ കൂടുന്നതിനനുസരിച്ച് ടിയും കൂടും. എം ജി കോൺസ്റ്റന്റ് ആണ്, ആക്സിലറേഷൻ കൂടുന്നതിനനുസരിച്ച് ടിയും കൂടും. അങ്ങനെ ആക്സിലറേഷന്റെ പരിധിക്ക് അപ്പുറം പോയി കഴിഞ്ഞാൽ ടി അതിന്റെ മാക്സിമത്തിൽ നിന്ന് മുകളിലേക്ക് പോകും. So therefore you can write T max is equal to ma max plus mg. നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യൻ എന്താ? നമ്മളോട് ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ what is the maximum acceleration with which the monkey can fly എന്ന് പറഞ്ഞാൽ a max ആണ് കാൽക്കുലേറ്റ് ചെയ്യുക. T max is 250 minus mg ഞാൻ ലെഫ്റ്റ് സൈഡിലേക്ക് കഴിഞ്ഞാൽ that is 200 divided by m is 20 is equal to a max. So a max is equal to 250 minus 200 is 50 by 20, that is 2.5 meter per second square. Again, ഈ പറയുന്നതാണ് ഫ്രീ ബോഡി ഡയഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, സോ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. മുകളിലേക്ക് ആക്സിലറേറ്റ് ചെയ്യുന്ന റേറ്റ് അല്ലെങ്കിൽ ആക്സിലറേഷൻ കൂടി വരുന്നതിനനുസരിച്ച് സ്വാഭാവികമായിട്ടും അവിടെ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സും കൂടി വരും. ഓക്കെ, നെക്സ്റ്റ് number 12. Question number 12. A lift weighing 1000 kg
is moving upwards with an acceleration of 1 meter per second square. The tension in the supporting cables. So, this is a supporting cable. This is acceleration 1 meter per second square. This is weight to 1000 kg or 1000 G. So, lift to 1 meter per second square. So, by getting the more tension. So, therefore, you can write T minus 1000 G. That's the net force. Force tension, 1000 G weight is equal to net force is equal to MA. Our mass 1000 into A, where A is equal to 1. So you can write T is equal to 1000 G plus 1000 A. Okay, so what is the value of G? What is the value of A? A is equal to 1. G is equal to options. Okay. Question G equal to 10 and okay. So this is 1000 into 9.8 plus 1. 1000 into 10.8, 10,800 Newton. Okay. Simple question. Question number 13. Two blocks M1 is equal to 5 gram. Gram in G, small g. M2 is equal to 10 gram are hung vertically over a light frictionless pulley as shown here. What is the acceleration of the masses when they are left free? So, we're pulley massless. M1, M2. This mass connected. So, that's why we release what is the acceleration of the masses when they are left free. So, in this case, acceleration is equal to net driving force. Driving force by net mass. That's ഈ കാണുന്നതിൽ രണ്ടിലും എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് M2G ഇതിന് താഴേക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നത് M1G. ഇൻ എഫക്ട് നോക്കിയേ, ആ രണ്ട് പുള്ളിയുടെയും അല്ലെങ്കിൽ ആ സ്ട്രിങ്ങിന്റെ രണ്ട് എൻഡിലായിട്ടാണ് ആ ഫോഴ്സസ് ആക്ട് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ രണ്ടും ഓപ്പോസിറ്റ് പോലെയാണ് ആ സ്ട്രിങ്ങിനെ സംബന്ധിച്ചിടത്തോളം. ഒരാൾ റൈറ്റ് സൈഡിലേക്ക് വലിക്കുമ്പോൾ മറ്റേ ആൾ ലെഫ്റ്റ് സൈഡിലേക്ക് വലിക്കുന്ന പോലെ. ഓക്കെ, എഫക്റ്റീവ്ലി അത് വെർട്ടിക്കലി ഡൗൺവേർഡ്സ് ആണെങ്കിലും അതിന്റെ രണ്ടിന്റെയും ആ സ്പ്രിങ്ങിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് എൻഡിൽ പുൾ ചെയ്യുന്ന പോലെയാണ്. സോ ഇതിൽ ഏതാണ് വലുത്? M1G ആണോ M2G ആണോ? ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ മാസ്. ഏതാ വലുത്? M1G ആണോ M2G ആണോ? ഏതാണ് വലുത്? എടാ മാസ് നോക്കിയിട്ട് പറയടാ. M1 5 അല്ലേ, M2 10 അല്ലേ? M1G ആണോ M2G ആണോ? M2G. ഓക്കെ, സോ സ്വാഭാവികമായിട്ട് M2G ആണ് വലുത്. M2G ആണ് വലുത്. അപ്പൊ ഏത് ഡയറക്ഷനിലാണ് ആക്സലറേഷൻ ഉണ്ടാവുക? ഈ കാണുന്ന സാധനം ഇങ്ങോട്ട് വലിക്കും, ഇത് മുകളിലേക്ക് പോവേണ്ടി വരും. റെഡിയാണോ? ആ ഡയറക്ഷനിലാണ് മൂവ്മെന്റ് ഉണ്ടാവുക. സോ അപ്പൊ ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് M2G വലിക്കുന്നു, M1G അതിന് ഓപ്പോസ് ചെയ്യുന്നു. സോ ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് this is M2G minus M1G divided by net mass എന്ന് പറയുമ്പോൾ M1%. ഇതാണ് ആക്സലറേഷൻ. Okay, so acceleration. So this is equal to M2 minus M1 into G divided by M2 plus M1. So this is equal to 10 gram into G minus 5 gram into acceleration due to gravity G, 10 gram plus 5 gram. സോ ഞാൻ ആ ഗ്രാമിനെ കിലോഗ്രാമിലേക്കൊന്നും കൺവേർട്ട് ചെയ്യുന്നില്ല, കാരണം ആ യൂണിറ്റ്സ് ഒക്കെ ക്യാൻസൽ ആയി പോകും. സോ മുകളിലുള്ളത് 5 gram, താഴെയുള്ളത് 15 gram into G. G ക്യാൻസൽ ആവും. 5 15 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 3. സോ ദിസ് ഇസ് ഈക്വൽ ടു G by 3. ഓക്കെ, യെസ്.
സോ അങ്ങനെയാണ് പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടത്. അതായത് ആക്സിലറേഷൻ, ഏതൊരു സിസ്റ്റം തന്നു കഴിഞ്ഞാലും ആക്സിലറേഷൻ എന്ന് പറയുന്നത് നെറ്റ് ഡ്രൈവിംഗ് ഫോഴ്സ്. പുള്ളി സിസ്റ്റത്തിന്റെ കേസിലാണ് ഫോഴ്സ് കാണുമ്പോൾ രണ്ടും താഴേക്ക് തന്നെ ആയിരിക്കും, പക്ഷേ എഫക്റ്റീവ് ആയിട്ട് ഇൻ എഫക്ട് രണ്ടും ഓപ്പോസിറ്റ് പോലെയാണ് ഉണ്ടാവുക. ഓക്കെ, സോ സ്ട്രിങ്ങിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് എൻഡിൽ രണ്ട് ഡയറക്ഷനിൽ വലിക്കുന്ന പോലെയാണ് ഉണ്ടാവുക. സോ അതിൽ ഡ്രൈവിംഗ് ഫോഴ്സ് ഡിവൈഡ് ബൈ നെറ്റ് മാസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 14. Question number 14. Mass 1 kg is suspended by thread. It is lifted up with an acceleration of 4.9 meters per second square, lowered with an acceleration of 4.9 meters per second square. The ratio of the tensions is. So, അത് നമുക്കൊരു ജനറൽ കേസ് ആയിട്ട് ചെയ്യാം. സാധാരണ സ്കൂളിൽ പഠിക്കുന്ന സിറ്റുവേഷൻ ആണ്. ഒരു മാസ് എം, ആ കാണുന്ന മാസ് ഇറ്റ്സ് ഗോയിങ് അപ്പ് വിത്ത് ആൻ ആക്സിലറേഷൻ എ. സ്വാഭാവികമായിട്ട് അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ്, മുകളിലേക്ക് ടെൻഷൻ ഉണ്ട്, താഴേക്ക് എം ജി ഉണ്ട്. സോ therefore ടി മൈനസ് എം ജി എന്ന് പറയുന്നതാണ് നെറ്റ് ഫോഴ്സ് മസ്റ്റ് ബി ഈക്വൽ ടു എം എ. സോ ടി ഈസ് ഈക്വൽ ടു എം ജി പ്ലസ് എം എ, ദാറ്റ് ഈസ് എം ഇൻറ്റു ജി പ്ലസ് എ. സോ ഇഫ് ഇറ്റ് ഈസ് ആക്സിലറേറ്റിംഗ് അപ്വേർഡ്സ്, ടെൻഷൻ ഈസ് ഈക്വൽ ടു എം ഇൻറ്റു ജി പ്ലസ് എ. അതേ ഒബ്ജക്റ്റ് mass m, it's accelerating downwards with an acceleration a. So മുകളിലേക്ക് ടെൻഷൻ ഉണ്ട്, താഴേക്ക് എം ജി ഉണ്ട്. സോ therefore you can write ഇവിടെ താഴേക്കാണ് ആക്സിലറേഷൻ. സോ നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നതിന് എം ജി മൈനസ് ടി ഈസ് ഈക്വൽ ടു എം എ എടുക്കാം. സോ therefore ടി ഈസ് ഈക്വൽ ടു എം എ ലെഫ്റ്റ് സൈഡിലേക്ക് എടുത്തു കഴിഞ്ഞാൽ എം ഇൻറ്റു ജി മൈനസ്. റെഡിയാണോ? ക്ലിയർ ആണോ? സോ ഇതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ. ക്വസ്റ്റ്യന്റെ ഫസ്റ്റ് പാർട്ട് പറഞ്ഞിട്ടുള്ളത് ലിഫ്റ്റഡ് അപ്പ് വിത്ത് ആൻ ആക്സിലറേഷൻ ഓഫ് 4.9. നമ്മൾ ചോദിച്ചിട്ടുള്ള എന്താ? റേഷ്യോ ഓഫ് ദ ടെൻഷൻ. സോ ടി ഈസ് ഈക്വൽ ടു T1 എന്ന് എടുക്കുന്നത്. ടി ഈസ് ഈക്വൽ ടു മാസ് എന്തോ ആവട്ടെ, മാസ് തന്നിട്ടില്ല ക്വസ്റ്റ്യൻ, എം ഇൻറ്റു ജി 9.8. ഓക്കെ, ആ 9.8ന്റെ എക്സാക്ട് ഹാഫ് ആണ് 4.9 തന്നുള്ളത്. സോ ഞാൻ അതിനെ ജി പ്ലസ് ജി ബൈ 2 എന്ന് എടുക്കുന്നു. ഓക്കെ, രണ്ടാമത്തെ കേസിൽ T2 എന്നെടുക്കാം. അവിടെ ലോവറിംഗ് വിത്ത് ആക്സിലറേഷൻ 4.9. സോ ദിസ് ഈസ് എം ഇൻറ്റു ജി മൈനസ് ജി ബൈ 2. സോ T1 by T2 is equal to m into g plus g by 2, 3g by 2. M into g minus g by 2 is g by 2. M gets cancelled, g by 2 gets cancelled. This is equal to 3 by 1 or 3 is to 1. 3 is to 1. That is the ratio of tensions. Question number 15. So, you formulas by heart. And it's accelerated upwards, m into g plus a, accelerated downwards, m into g minus a. Okay. Question number 15. A monkey is descending from the branch of a tree with a constant acceleration. If the braking strength is 75% of the weight of the monkey, the minimum acceleration with which monkey can slide down without breaking the branch is. നമ്മളിപ്പോൾ ചെയ്ത ക്വസ്റ്റ്യന്റെ ആപ്ലിക്കേഷൻ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. A monkey is descending from a branch of a tree with a constant acceleration. Branch എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് സ്ട്രിംഗ് ആയിട്ട് കൂട്ടിയാണ്. ഓക്കെ, ഒരു സ്ട്രിംഗ് മുകളിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്, അവിടുന്ന് ആ സ്ട്രിംഗിൽ ഹോൾഡ് ചെയ്തിട്ട് is monkey is climbing down with an acceleration. Okay, the braking strength is 75% of the weight of monkey. എന്ന് പറഞ്ഞാൽ ആ സ്ട്രിങ്ങിനെ മാക്സിമം ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ടെൻഷൻ ടി മാക്സ് എന്ന് പറയുന്നത് 75% of the weight of monkey. That means 3 out of 4 of mg. Okay, the minimum acceleration with which the monkey can slide down without breaking the branch is. So, നമ്മളിപ്പോൾ എഴുതി വെച്ചുള്ളത് when it's accelerating downwards, t is equal to m into g minus n. Okay, so what happens? ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും.
if A is equal to 0, T will be equal to mg. If acceleration is 0, T is equal to mg എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന T മാക്സിനെക്കാളും മാക്സിമം 3/4 അതിനേക്കാളും കൂടുതലാണ് ഈ ടെൻഷൻ എന്ന് പറഞ്ഞാൽ അതിന് ആക്സിലറേഷൻ ഇല്ലാണ്ട് താഴേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ കൊമ്പ് പൊട്ടിപ്പോകും. So what must be the minimum acceleration? So maximum tension എന്ന് പറയുമ്പോൾ നമുക്ക് ഈ കാണുന്ന കണ്ടീഷനിൽ T max എന്ന് പറയുന്നതിൽ m into g minus a minimum എന്നെടുക്കാം. അതായത് ആ കാണുന്ന മാക്സിമത്തിനേക്കാളും ഒരു കാരണവശാലും കൂടാൻ പാടില്ല. സോ മിനിമം മിനിമം ആക്സിലറേഷൻ എങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ അതിന് കൊമ്പ് പൊട്ടാതെ മാക്സിമം ടെൻഷനേക്കാളും കൂടുതൽ ടെൻഷൻ വരാണ്ടിരിക്കും. സോ അവിടെ നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് 3/4 mg is equal to m into g minus a minimum. m cancel out. So a minimum left side like a minimum is equal to g minus 3/4 g, which is equal to g by 4. എന്ന് പറഞ്ഞാൽ ആ കാണുന്ന കൊമ്പ് ബ്രേക്ക് ചെയ്യാതിരിക്കണമെങ്കിൽ ആ കാണുന്ന മങ്കി താഴേക്ക് ക്ലൈംബ് ചെയ്യുന്ന അല്ലെങ്കിൽ താഴേക്ക് വരുന്ന ആക്സിലറേഷൻ മിനിമം g/4 എങ്കിലും വേണം. അതിനേക്കാളും സ്ലോ ആണെങ്കിൽ, അതിനേക്കാളും ആക്സിലറേഷൻ കുറവാണെങ്കിൽ സ്വാഭാവികമായിട്ടും കൊമ്പ് പൊട്ടിപ്പോകും. സോ സ്പീഡ് കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം താഴേക്കുള്ള ആക്സിലറേഷൻ ജി ആയി കഴിഞ്ഞാൽ വെയിറ്റ്ലെസ്നെസ് ആണ്. സോ ആ മങ്കി കൊമ്പ് വിട്ട് താഴേക്ക് ചാടുന്നതാണ് ബേസിക്കലി ജി. അപ്പൊ പിന്നെ കൊമ്പിന് പ്രശ്നമൊന്നുമില്ല. സോ ആ കൊമ്പിൽ പിടിച്ച് തൂങ്ങിയാണ് വരുന്നെങ്കിൽ ദ മിനിമം ആക്സിലറേഷൻ മസ്റ്റ് ബി g/4. എന്നാൽ മാത്രമേ ആ കാണുന്ന കൊമ്പ് ബ്രേക്ക് ചെയ്യാതിരിക്കുള്ളൂ. ഓക്കെ, സോ നമ്മുടെ നേരത്തെ എഴുതി വെച്ച ഇക്വേഷൻ തന്നെയാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 16. Number 16. A block B pushed momentarily along a horizontal surface with an initial velocity v. If mu is the coefficient of sliding friction between B and surface, block B will come to rest after time. Okay, so question number 16. A block B pushed momentarily along a horizontal surface with an initial velocity v. So the horizontal surface ഈ കാണുന്ന ബ്ലോക്ക് നമ്മൾ v വെലോസിറ്റിയിൽ പുഷ് ചെയ്യും. ദർ ഈസ് എ ഫ്രിക്ഷൻ. ആ സർഫസിന്റെ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ mu ആണ്. സ്ലൈഡിംഗ് ഫ്രിക്ഷൻ ആണ്, കൈനറ്റിക് ഫ്രിക്ഷൻ ആണ്. അത് കൈനറ്റിക് സ്റ്റാറ്റിക് ഒന്നും കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ടൈപ്പ് ഫ്രിക്ഷനെ തന്നിട്ടുള്ളൂ, അപ്പോൾ അത് തന്നെയാണ് നമുക്ക് ആവശ്യമുള്ളത്. സോ ദ ബ്ലോക്ക് വിൽ കം ടു റെസ്റ്റ് ആഫ്റ്റർ ടൈം. സോ ലെറ്റ്സ് സേ ആഫ്റ്റർ a t time block comes to rest, velocity becomes 0. So therefore you can write, നമ്മളോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആ ടൈം ആണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ഇനീഷ്യൽ വെലോസിറ്റി നമുക്കറിയാം, ഫൈനൽ വെലോസിറ്റി 0 ആണ്. ആൻഡ് ആക്സിലറേഷൻ എന്ന് പറയുന്നത്, വാട്ട് ഈസ് ആക്സിലറേഷൻ? ആ കാണുന്ന ഒബ്ജക്റ്റ് ആക്സിലറേഷൻ എന്ന് പറയുന്നത്, വാട്ട് ഈസ് എ ഫോഴ്സ്? ഫോഴ്സ് ഈസ് mu mg, because n is equal to, normal reaction is equal to mg divided by m, that is mu g. So acceleration നമുക്കറിയാം, so v equal to u plus at എന്ന് പറയുന്ന ഫോർമുല യൂസ് ചെയ്ത് ഫൈനൽ വെലോസിറ്റി 0, ഇനീഷ്യൽ വെലോസിറ്റി v plus mu g into t. So that will be t is equal to, അതിന് കാരണം ഇനീഷ്യൽ വെലോസിറ്റി ആക്സിലറേഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. സോ നമുക്ക് ഇത് നെഗറ്റീവ് എന്ന് എടുക്കാം. അതായത് ഇനീഷ്യൽ വെലോസിറ്റിയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് റിട്ടാർഡേഷൻ ഉള്ളത്. ഈ കാണുന്ന ഫോഴ്സ്, ഫ്രിക്ഷണൽ ഫോഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. So v minus mu g into t equal to 0. So v is equal to mu g t, t is equal to v by mu g. The answer v by mu g. The option, yes, option D. All right. Option D. Question number 17.
Number 17. A 100 Newton force acts horizontally on a block of 10 kg placed on a horizontal rough surface of coefficient of friction 0.5. The acceleration due to gravity G taken is 10 meters per second. So the acceleration of the block is a block in the actual acceleration. So in the case of 100 Newton force acts horizontally on a block of 10 kg placed on a horizontal rough surface of coefficient of friction 0.5. So mu is equal to 0.5. Block in the mass 10 kg. Number apply the force 100 Newton. The acceleration due to gravity G can be taken as 10 meters per second for the acceleration of the block. So acceleration in the net to force by mass. So mass what is the net to force? What is the net to force? Our acting the net to force in the 100 Newton matrala force frictional force. So what is a frictional force? Frictional force is equal to mu n. And what is n? N is equal to upward downward forces cancel out. So we consider the vertical direction of motion consider normal reaction. Equal and opposite can consider but value n equal to mg friction calculate. So anyway, so what is the net to force? Net to force is equal to 100 Newton minus mu n divided by m. Okay, so this is equal to 100 by m 10 minus mu എന്ന് പറയുന്നത് 0.5 into normal reaction എന്ന് പറയുന്നത് mg ആണ് by m. So therefore m gets cancelled. This is equal to 100 by 10 is 10 minus 0.5 into g 10 എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. So this is 0.5 into 10. So 10 minus 5 is 5 meters per second square. So the acceleration is 5 meters per second square. Unit of question already come. So the answer is option. Answer is option C. Other question number 18. Number 18. A block of mass 1 kg is placed on a truck which accelerates with acceleration 5 meters per second square. The coefficient of static friction between the block and the truck is 0.6. The frictional force acting on the block is. Question number 18. Block of mass 1 kg placed on a truck which accelerates with acceleration 5 meters per second square. The coefficient of static friction between the block and the truck is 0.6. The frictional force acting on the block is. So, for a truck, a truck in for 1 kg mass place it. 1 kg. Okay, the truck is moving forward with an acceleration. Truck in the acceleration 5 meters per second square. 5 meters per second square. The coefficient of static friction between the block and the truck in the point friction coefficient. Truck in the surface coefficient mu is equal to 0.6. In the frictional force acting on the block is. So this question pseudo force why when the particular what should the 1 kg block experience in the force and what question on the what's the direction of force acting on the 1 kg block? Forward or backward? Forward is truck direction on forward, backward is opposite. So either direction on the block and experience in the force.
ഇത് കഴിഞ്ഞ ദിവസം ഞാൻ ക്ലാസ്സിൽ കൃത്യമായിട്ട് പറഞ്ഞ സംഭവം അല്ലേ? ഫോർവേഡ് ആണോ ബാക്ക്വേർഡ് ആണോ? ഫോർവേഡ് ആണോ ബാക്ക്വേർഡ്? ആ കാണുന്ന ബ്ലോക്ക് എങ്ങോട്ടാ പോയത്? ബ്ലോക്ക് മുന്നോട്ടാണോ പുറകിലേക്കാണോ പോകുന്നത്? ബ്ലോക്ക് പുറകിലേക്കാ പോകുന്നത്. ട്രക്കിനകത്തല്ലേ ബ്ലോക്ക് ഇരിക്കുന്നത്? ട്രക്കിനകത്തല്ലേ ബ്ലോക്ക് ഇരിക്കുന്നത്? അപ്പൊ ശരിക്കും ട്രക്കിന്റെ കൂടെ ബ്ലോക്ക് മുന്നോട്ട് പോവല്ലേ ചെയ്യുന്നത്? അപ്പൊ ഫോഴ്സ് എങ്ങോട്ടാ? മുന്നോട്ടാണോ പുറകിലേക്കാണോ? അപ്പൊ ശരിക്കും ഫോഴ്സ് ഏത് ഡയറക്ഷനില്ല? ഫോർവേഡ് ആണോ ബാക്ക്വേർഡ് ആണോ? കൺഫ്യൂഷൻ ആയോ? കൺഫ്യൂഷൻ ഒന്നും ഇല്ലായിരിക്കും. പക്ഷെ രണ്ട് ആൻസറും കാണുന്നുണ്ട്. ഫോർവേഡ് കാണുന്നുണ്ട്, ബാക്ക്വേർഡ് കാണുന്നുണ്ട്. അപ്പൊ ശരിക്കും ഫോഴ്സ് എങ്ങോട്ടാ? ഫോർവേഡ് ആണോ ബാക്ക്വേർഡ് ആണോ? ഫോഴ്സ് ബാക്ക്വേർഡ് ആണ്. ഓക്കെ, എല്ലാവരും ബാക്ക്വേർഡ് തന്നെ പറയുന്നത്. എടാ എന്റെ ചോദ്യം ഒന്നും കൂടെ, ട്രക്ക് മുന്നോട്ട് പോകുമ്പോ ബ്ലോക്ക് മുന്നോട്ടല്ലേ പോകുന്നത്? അപ്പൊ ഫോഴ്സ് മുന്നോട്ടല്ലേ വേണ്ടേ? ഒന്ന് രണ്ട് പേര് ഫോർവേഡ് ഉണ്ട്. ഓക്കെ, അപ്പൊ അത്യാവശ്യം കൺഫ്യൂഷൻ ഉണ്ടെന്ന് മനസ്സിലായി. ഒന്നുകൂടെ ശ്രദ്ധിക്കും. ഇത് ഫോർവേഡ് ആണോ ബാക്ക്വേർഡ് ആണോ ഫോഴ്സ്? യെസ്, രോഹിത്തിന്റെ ആൻസർ നോൺ ഇനേർഷ്യൽ ഫ്രെയിം. യെസ്, ഇനേർഷ്യൽ ഫ്രെയിം നോൺ ഇനർ, അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ പിന്നെ പ്രശ്നമൊന്നുമില്ല. ഇതിന് നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഫ്രണ്ടിനെ ബസ് കയറ്റി വിടുമ്പോൾ ഫ്രണ്ട് സീറ്റിൽ കയറിയിരുന്നു, ബസ്സിന്റെ കൂടെ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ പുറത്തുനിന്ന് കാണുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ടാണ് പോകുന്നത്, ഫോഴ്സ് മുന്നോട്ടാണ്. അതേസമയം ബസ്സിൽ കയറി ഇരിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ബസ് ഇരിക്കുന്ന ആൾക്ക് ഫോഴ്സ് പുറകിലേക്കാണ് എക്സ്പീരിയൻസ് ചെയ്യുക. ബേസിക്കലി ഇനേർഷ്യ അഥവാ നോൺ ഇനേർഷ്യൽ ഫ്രെയിമിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന സ്യൂഡോ ഫോഴ്സ് എന്ന് പറഞ്ഞ സംഭവമാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് രണ്ട് രീതിയിലും നിങ്ങൾക്ക് ചെയ്യാം. സോ അതിന്റെ രണ്ട് രീതി എന്ന് പറയുന്നത്, ഫസ്റ്റ് നമുക്ക് നോൺ ഇനേർഷ്യൽ ഫ്രെയിമിൽ ചെയ്യാം. നോൺ ഇനേർഷ്യൽ ഫ്രെയിം എന്ന് പറയുമ്പോൾ, ഞാൻ ഇനി ട്രക്കിന്റെ സംഭവം ഒന്നും വരയ്ക്കുന്നില്ല. ഈ കാണുന്നതാണ് നമ്മുടെ സർഫസ്. ഇത് മുന്നോട്ട് 5 മീറ്റർ/സെക്കൻഡ് ആക്സിലറേഷന്റെ പോകുമ്പോൾ ഇതിന്റെ മുകളിലിരിക്കുന്ന ബ്ലോക്കിനെ സംബന്ധിച്ചിടത്തോളം ബ്ലോക്ക് വിൽ എക്സ്പീരിയൻസ് എ സ്യൂഡോ ആക്സിലറേഷൻ ഓഫ് 5 മീറ്റർ/സെക്കൻഡ്. ഓക്കെ, സ്യൂഡോ ആക്സിലറേഷൻ ഓഫ് 5 മീറ്റർ/സെക്കൻഡ്. ഈ കാണുന്നത് 1 kg. ഇനി നമ്മൾ നേരത്തെ കൺസിഡർ ചെയ്യാത്ത mg നോർമൽ റിയാക്ഷൻ അവിടെ കാണും. അത് കൂടാതെ ഒരു ഫോഴ്സും കൂടെ അതിന്റെ മുകളിൽ ആക്ട് ചെയ്യും. ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഏതാണ്? ഈ കാണുന്ന ട്രക്കിന്റെ സർഫസ് മുന്നോട്ട് 5 മീറ്റർ/സെക്കൻഡ് ആക്സിലറേഷനിൽ പോകുമ്പോൾ ആ ബ്ലോക്കിന് പുറകിലേക്ക് സ്യൂഡോ ആക്സിലറേഷൻ ഉണ്ടാവും. ഓക്കെ, സ്യൂഡോ ആക്സിലറേഷൻ ഉണ്ടാവും. സോ അത് കൂടാണ്ട് അതിന്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന സാധനത്തിന് പുറകിലേക്കാണ് സ്ലൈഡ് ചെയ്യാൻ ടെൻഡൻസി ഉണ്ടാവുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ആ ട്രക്കിന്റെ സർഫസ് ഭയങ്കര സ്മൂത്ത് ആണ്. ട്രക്കിന്റെ സർഫസ് ഭയങ്കര സ്മൂത്ത് ആണ് എങ്കിൽ ട്രക്ക് മുന്നിലേക്ക് അങ്ങ് ആക്സിലറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലോക്ക് പുറകിൽ ചെന്നിടിക്കും. കാരണം ആ സർഫസിൽ ഫ്രിക്ഷൻ ഇല്ലാത്തതുകൊണ്ട് ബ്ലോക്ക് പുറകിലേക്ക് പോകും. അതല്ല, ഇനിയിപ്പോ ട്രക്കിന്റെ പുറകിലെ കണ്ടെയ്നറിന്റെ പുറകിലെ ഡോർ തുറന്നെടുക്കുകയാണെങ്കിൽ ആ സാധനം പുറത്തേക്ക് തെറിച്ചു പോകും. ഓക്കെ, പുറത്തേക്ക് വീണ് പോകും. സോ അതിനൊക്കെ കാരണം ഈ പറയുന്ന സ്യൂഡോ ആക്സിലറേഷൻ ആണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ കാണുന്ന സർഫസ് സ്മൂത്ത് ആണെങ്കിൽ അങ്ങനെ സംഭവിക്കുക. സ്മൂത്ത് അല്ലെങ്കിൽ അഥവാ ഫ്രിക്ഷൻ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഫ്രിക്ഷൻ ഇതിനെ മുന്നിലേക്ക് പിടിച്ചു വലിക്കുന്നുണ്ടാവും. സോ ഈ കാണുന്ന സാധനം റെസ്റ്റിലാവണമെങ്കിൽ for the block to be at rest, ബ്ലോക്ക് റെസ്റ്റിലാവണമെങ്കിൽ frictional force must be equal to ma. ഏത് a? നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം, m into 5 മീറ്റർ/സെക്കൻഡ്. ഓക്കെ, അഥവാ ഈ കാണുന്ന പുറകിലേക്കുള്ള സ്യൂഡോ ആക്സിലറേഷൻ അല്ലെങ്കിൽ സ്യൂഡോ ഫോഴ്സിന്, സ്യൂഡോ ആക്സിലറേഷൻ ആണ് 5 മീറ്റർ/സെക്കൻഡ്. സ്യൂഡോ ഫോഴ്സ് എന്ന് പറയുമ്പോൾ മാസ് ഇൻറ്റു 5 മീറ്റർ/സെക്കൻഡ് വരും. ആ കാണുന്ന സ്യൂഡോ ഫോഴ്സിന് ഫ്രിക്ഷൻ ബാലൻസ് ചെയ്യണം. ഇനി വാട്ട് ഇസ് എ ലിമിറ്റിംഗ് വാല്യൂ ഓഫ് ഫ്രിക്ഷൻ? ലിമിറ്റിംഗ് ഫ്രിക്ഷൻ is equal to mu s n, where n is equal to mg. mu s mg. mu s എത്രയാ? mu s ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു, ഇവിടെ 0.6 ഇൻറ്റു മാസ്
1 ഗ്രാവിറ്റി നമ്മുടെ ക്വസ്റ്റ്യനിൽ 10 എടുക്കാൻ പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിട്ടില്ല. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ 9.8 എടുത്താൽ മതി. സോ ദിസ് ഇസ് ഈക്വൽ ടു 0.6 into 9.8 എന്ന് പറയുമ്പോൾ 6 into 9, 54, 6 into 8, 48, 54, 58.8. This is 5.88 Newton. Ini, what is pseudo force? What is pseudo force? Pseudo force is equal to MA, M1 ആണ്, A 5 meter per second square. So this is equal to 5 Newton. എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഫ്രിക്ഷൻ ശ്രദ്ധിക്കും ഫ്രിക്ഷന്റെ ലിമിറ്റിംഗ് വാല്യൂ 5.88 ആണ്. സ്യൂഡോ ഫോഴ്സ് പുറകിലേക്ക് പിടിച്ച് വലിക്കുന്നത് 5 ന്യൂട്ടൺ ആണ്. അങ്ങനെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താ പറയുക, സ്യൂഡോ ഫോഴ്സിനെ ബാലൻസ് ചെയ്യാൻ ഫ്രിക്ഷന് പറ്റും, അല്ലെങ്കിൽ ഫ്രിക്ഷന്റെ മാക്സിമം വാല്യൂവിനേക്കാളും കുറവാണ് സ്യൂഡോ ഫോഴ്സിന്റെ വാല്യൂ. അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് ഫ്രിക്ഷൻ? ഈ കാണുന്ന സർഫസിന്റെ മുകളിലിരിക്കുന്ന ബ്ലോക്ക്, അതിന് പുറകിലേക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന 5 ന്യൂട്ടൺ, മുന്നോട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫ്രിക്ഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഫ്രിക്ഷൻ? അതിന്റെ ലിമിറ്റിംഗ് വാല്യൂവിനേക്കാളും കുറവാണെങ്കിൽ, ഐ മീൻ റിക്വയർമെന്റ് കുറവാണെങ്കിൽ ഫ്രിക്ഷൻ അത്രയാണ്. സോ ഫ്രിക്ഷൻ മസ്റ്റ് ബി ഈക്വൽ ടു 5 ന്യൂട്ടൺ. ഫ്രിക്ഷൻ മസ്റ്റ് ബി ഈക്വൽ ടു 5 ന്യൂട്ടൺ. അപ്പൊ അത് രണ്ടും കൂടെ ബാലൻസ് ആവും എന്ന് പറഞ്ഞാൽ ട്രക്കിന്റെ സർഫസിൽ അത് അവിടെ ഇരുന്നോളും. റെഡിയാണോ? സോ ഇതാണ് ചെയ്യേണ്ടത്. ഇതിപ്പോ നമ്മൾ ചെയ്ത് സ്യൂഡോ ഫോഴ്സും നോൺ ഇനർഷ്യൽ ഫ്രെയിമും കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തിട്ടാണ്. ഇനി ഇതേ സിറ്റുവേഷൻ ഒരു ഇനർഷ്യൽ ഫ്രെയിമിലാണ് ചെയ്യുന്നതെങ്കിൽ, ഇനർഷ്യൽ ഫ്രെയിം എന്ന് പറയുമ്പോൾ നമ്മൾ സ്യൂഡോ സംഭവങ്ങളൊന്നും കൺസിഡർ ചെയ്യുന്നില്ല. ഈ കാണുന്ന സർഫസ് 5 meter per second സ്ക്വയറിൽ മുന്നോട്ട് ആക്സിലറേറ്റ് ചെയ്യും. സ്വാഭാവികമായിട്ടും നമ്മൾ ഇവിടെ സ്ലൈഡിങ് ഇല്ല എന്ന് അസ്യൂം ചെയ്യണം. അസ്യൂം നോ സ്ലൈഡിങ്. അങ്ങനെയാണെങ്കിൽ ഈ കാണുന്ന ബ്ലോക്കിന്റെയും ആക്സിലറേഷൻ 5 meter per second സ്ക്വയർ. റെഡി? അങ്ങനെ ബ്ലോക്കിന് 5 meter per second സ്ക്വയർ ആക്സിലറേഷൻ ഉണ്ടെങ്കിൽ there has to be a force. ഏതാണ് ഫോഴ്സ്? ആ കാണുന്ന ട്രക്കിന്റെ സർഫസ്, ട്രക്കിന്റെ ബോട്ടം സർഫസ്, ആ പ്ലെയിൻ സർഫസ്, ഫ്ലോർ മുന്നോട്ട് ആക്സിലറേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ മുകളിൽ ഇരിക്കുന്ന ബ്ലോക്കിനെയും അതിന്റെ കൂടെ മുന്നിലേക്ക് പിടിച്ച് വലിക്കുന്നു എങ്കിൽ ആ ഫോഴ്സ് എന്ന് പറയുന്നത് ഏത് ഫോഴ്സ് ആണ്? അത് ഫ്രിക്ഷണൽ ഫോഴ്സ്. ഓക്കെ, സോ ആ ഫ്രിക്ഷണൽ ഫോഴ്സ് കാരണമാണ് അതിന് ആക്സിലറേഷൻ ഉണ്ടാവുന്നത്. സോ therefore you can write frictional force is equal to m into 5. ഓക്കെ, സോ റിക്വയർഡ്, അതായത് 5 meter per second സ്ക്വയറിൽ ഇത് മുന്നിലേക്ക് ആക്സിലറേറ്റ് ചെയ്യണമെങ്കിൽ വേണ്ട ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് m into 5 ആണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു മാസ് 1, ദിസ് ഇസ് 5, ദിസ് ഇസ് ഈക്വൽ ടു 5 ന്യൂട്ടൺ. ഇനി ഇത് മാത്രം ചെയ്താൽ പോരാ, എന്തും കൂടെ വേണം, എന്തും കൂടെ ചെക്ക് ചെയ്യണം. വാട്ട് ഇസ് ദ ലിമിറ്റിംഗ് വാല്യൂ ഓഫ് ഫ്രിക്ഷൻ? ലിമിറ്റിംഗ് ഫ്രിക്ഷൻ നേരത്തെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 5.88 ന്യൂട്ടൺ എന്ന് കിട്ടും. സ്വാഭാവികമായിട്ടും ഈ കാണുന്ന വാല്യൂ, അതായത് നമ്മുടെ കിട്ടിയ വാല്യൂ 5 ന്യൂട്ടൺ എന്ന് പറയുന്നത് ഈ പറയുന്ന ലിമിറ്റിംഗ് വാല്യൂവിനേക്കാളും കുറവാണ്. സോ അതുകൊണ്ട് ഇറ്റ്സ് പോസിബിൾ. അസ്യൂം നോ സ്ലൈഡിംഗ് എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. അപ്പോൾ ഫ്രിക്ഷൻ എത്രയാ? അഗെയിൻ അസ്യൂം നോ സ്ലൈഡിംഗ് എന്ന് പറഞ്ഞത് കറക്റ്റ് ആണ്. എന്ന് പറഞ്ഞാൽ ഫ്രിക്ഷൻ എത്രയാ? ഫ്രിക്ഷൻ 5 ന്യൂട്ടൺ തന്നെ. സോ അപ്പൊ ഇനർഷ്യൽ ഫ്രെയിമിലാവുമ്പോൾ ഏതില്ല? നോക്കിയേ, ഇനർഷ്യൽ ഫ്രെയിം വന്നപ്പോൾ ഏത് ഫോഴ്സ് ഞാൻ മാർക്ക് ചെയ്തിട്ടില്ല? സ്യൂഡോ ഫോഴ്സ് മാർക്ക് ചെയ്തിട്ടില്ല. അവിടെ ആക്ച്വലി ഉള്ള ഫോഴ്സ് ഏതാണ്? ഫ്രിക്ഷൻ ആണ്. ആ ഫ്രിക്ഷൻ കാരണം ബ്ലോക്കിന് 5 meter per second സ്ക്വയർ ആക്സിലറേഷൻ ഉണ്ടാവും. ഇനി അതല്ല നോൺ ഇനർഷ്യൽ ചെയ്യുമ്പോൾ അവിടെ എന്താണ്, മുന്നിലേക്ക് ട്രക്ക് ആക്സിലറേറ്റ് ചെയ്യുമ്പോൾ ഇതിന് പുറകിലേക്ക് ഒരു സ്യൂഡോ ഫോഴ്സും കൂടെ ഉണ്ട്. അപ്പൊ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. രണ്ട് രീതിയിൽ ചെയ്താലും ആൻസർ ഒന്ന് തന്നെ കിട്ടും. അതിൽ സ്റ്റെപ്സ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, സംഭവങ്ങളൊക്കെ ഒന്ന് തന്നെയാണ്. പക്ഷെ ഒരു കേസിൽ നമ്മൾ സ്യൂഡോ ഫോഴ്സും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അതായത് സ്യൂഡോ ഫോഴ്സും ഫോർവേഡ് ഫോഴ്സും കൂടെ ബാലൻസ് ചെയ്യുന്നു. രണ്ടാമത്തെ കേസിൽ ഫോർവേഡ് ഫോഴ്സ് ആണ് അതിന്റെ ആക്സിലറേഷൻ ഉണ്ടാക്കുന്നത് എന്ന് കൺസിഡർ ചെയ്യുന്നു. ഇതാണ് രണ്ട് രീതിയിൽ അത് സോൾവ് ചെയ്യുന്നത്. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ, question number 19. Number 19. Person slides freely down a frictionless inclined plane with his back, while his back down vertically from the same height. The final speeds of the man and the back should be such that.
Question number 19. ഒരാൾ സ്ലൈഡ് ചെയ്യുന്നു. ഇയാൾ സ്ലൈഡ് ചെയ്ത് വരുന്നു. ഇയാളുടെ ബാഗ് falls down vertically. ഏതാ ആൻസർ? The final speed of the man and the bag. ഫൈനൽ സ്പീഡിന്റെ കേസ് നിങ്ങൾക്ക് അത് രണ്ട് രീതിയിൽ ചെയ്യാം. ഇവിടെ പ്രത്യേകിച്ച് എന്താ പറയുക, ഫോഴ്സ്, ഫ്രിക്ഷണൽ ഫോഴ്സും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് രണ്ട് രീതിയിൽ ചെയ്യാം. ഹാഫ് എം വി സ്ക്വയർ ആണ് ഫൈനൽ കൈനറ്റിക് എനർജി എങ്കിൽ അത് ഇനീഷ്യൽ പൊട്ടൻഷ്യൽ എനർജി എം ജി എച്ച് ആവണം. എം ക്യാൻസൽ ചെയ്യാം. വി ഈസ് ഈക്വൽ ടു റൂട്ട് 2 GH. ഓക്കെ, ഇത് ഏതിന്റെയാ? ബാഗിന്റെ ആണോ ആളുടെ ആണോ? ക്വസ്റ്റ്യൻ, ബാഗിന്റെ വെലോസിറ്റി ആണോ ഇപ്പൊ കാൽക്കുലേറ്റ് ചെയ്തതോ ആ സ്ലൈഡ് ചെയ്യുന്ന ആളുടെ വെലോസിറ്റി ആണോ? പറയടാ, ആൻസർ ഒന്നും കാണുന്നില്ല. ഒന്നുകൂടെ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ. ഇപ്പൊ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് ആളുടെ വെലോസിറ്റി ആണോ ബാഗിന്റെ വെലോസിറ്റി ആണോ? നന്നായിട്ട് ആലോചിക്കുക. ഇത് രണ്ടും ഇങ്ങനെ തന്നെയാ ചെയ്യാം. രണ്ടുപേരും ഒരേ ഹൈറ്റിൽ നിന്നാണ് താഴേക്ക് വരുന്നത്. ഫ്രിക്ഷൻ ഇല്ല, എയർ റെസിസ്റ്റൻസ് സംഭവമൊന്നുമില്ല. സോ അപ്പൊ സ്ലൈഡ് ചെയ്താലും ശരി, അത് നേരെ ഫ്രീ ഫാൾ ചെയ്താലും ശരി, അത് രണ്ടും ഫൈനലി എത്തുമ്പോൾ വെലോസിറ്റി റൂട്ട് 2 GH ഉണ്ടാവും. ഇത് ഏതിനാണ് അങ്ങനെ പ്രത്യേകിച്ച് സെപ്പറേറ്റ് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. മീനിങ് അത് രണ്ടും ഒന്ന് തന്നെയാണ്. ഓക്കെ, സോ രണ്ടിനും ചെയ്യാനുള്ള സ്റ്റെപ്സ് ഇത് തന്നെയാണ്. കിട്ടുന്ന ആൻസർ സെയിം ആണ്. അപ്പോൾ ഇത് ആരുടെ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് രണ്ടായാലും ഒരുപോലെയാണ്. മനസ്സിലാവുന്നുണ്ടോ? സോ ആൻസർ രണ്ടും ഈക്വൽ ആണ്. ഓക്കെ, സോ ഇതിപ്പോ ഈ ചെയ്തത് ഏതിനാണെന്ന് ചോദിക്കുന്നതിൽ പ്രത്യേകിച്ച് ഡിസ്റ്റിങ്ഷൻ ഒന്നും രണ്ടും അത് തന്നെ. ബട്ട് ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ, സോ ഓക്കെ, ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ ചോദിക്കുമ്പോൾ റോബിൻ ചോദിക്കുന്ന ആംഗിൾ ഓഫ് ഇൻക്ലിനേഷനും സംഭവങ്ങളൊക്കെ ഇല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ അവിടെ ആക്സലറേഷനും സംഭവങ്ങളൊക്കെ എടുക്കേണ്ടി വരും. ഇതിപ്പോ നമ്മൾ ചെയ്തത് ബേസ്ഡ് ഓൺ എനർജി, കൺസർവേഷൻ ഓഫ് എനർജി വെച്ചിട്ടാണ് ചെയ്തത്. ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ വെച്ച് ചെയ്യുകയാണെങ്കിൽ നോക്കിയേ, ആളെ വിട്ടിട്ട് നമുക്കൊരു ബ്ലോക്ക് ആക്കാം. ആ കാണുന്ന ബ്ലോക്കിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഗ്രാവിറ്റി ജി ഉണ്ടാവും. ഈ ഡയറക്ഷനിൽ ആംഗിൾ തീറ്റ ആണെങ്കിൽ ഈ ഡയറക്ഷനിൽ ജി കോസ് തീറ്റ, ഈ ഡയറക്ഷനിൽ ജി സൈൻ തീറ്റ. ഓക്കെ, എന്നിട്ട് നമുക്ക് വേണ്ടത് ഫൈനൽ വെലോസിറ്റി ആണ്. ഇനീഷ്യൽ വെലോസിറ്റി 0. ഈ കാണുന്ന ഹൈറ്റ് നമുക്ക് എച്ച് എന്നെടുക്കാം. ഹൈറ്റ് എച്ച്. സോ ഹൈറ്റ് എച്ച് ആണെങ്കിൽ ഇത് എസ് എന്ന് എടുത്തു കഴിഞ്ഞാൽ, ഹൈപ്പോട്ടിനസ് എസ് എന്ന് എടുത്തു കഴിഞ്ഞാൽ എസ് സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു എച്ച്. റെഡി ആണല്ലോ? സോ അപ്പൊ ഞാൻ യൂസ് ചെയ്യാൻ പോകുന്ന ഫോർമുല ഇപ്പൊ വെർട്ടിക്കൽ ഈ കാണുന്ന ഡയറക്ഷൻ, ഈ ഡയറക്ഷനിൽ ആ ഡയറക്ഷനിൽ 1 ഡയമെൻഷണൽ മോഷന്റെ ഇക്വേഷൻ ഞാൻ കൊടുക്കുന്നു ഇൻക്ലൈൻ പ്ലെയിന്റെ സർഫസിലൂടെ. ഇനീഷ്യൽ വെലോസിറ്റി 0, ഫൈനൽ വെലോസിറ്റി ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ആക്സിലറേഷൻ ജി സൈൻ തീറ്റ, ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു എസ്. സോ നമുക്ക് എന്ത് കൊടുക്കാം? വി സ്ക്വയർ ഈക്വൽ ടു 2 സ്ക്വയർ പ്ലസ് 2as കൊടുത്തു കഴിഞ്ഞാൽ വി സ്ക്വയർ ഈസ് ഈക്വൽ ടു 0 പ്ലസ് 2 ഇൻറ്റു ജി സൈൻ തീറ്റ ഇൻറ്റു എസ് എന്ന് പറയുന്നത്, അതിനാണ് ഞാൻ ആ സംഭവം എഴുതിയത്. വാട്ട് ഈസ് എസ്? ഇവിടെ നിന്ന് നോക്കിയേ, എസ് ഈസ് ഈക്വൽ ടു എച്ച് ബൈ സൈൻ തീറ്റ. സോ ദിസ് ഈസ് ഈക്വൽ ടു 2g സൈൻ തീറ്റ ഇൻറ്റു എച്ച് ബൈ സൈൻ തീറ്റ. സൈൻ തീറ്റ ഗെറ്റ്സ് ക്യാൻസൽഡ്. സോ വി സ്ക്വയർ ഈക്വൽ ടു 2gh, വി ഈക്വൽ ടു റൂട്ട് 2gh എന്ന് പറഞ്ഞാൽ അവിടെ നോക്കിയേ, ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ ഉള്ളതുകൊണ്ട് ജിയുടെ കമ്പോണന്റ് ജി സൈൻ തീറ്റ ആണ് ആക്സലറേഷൻ. ശരി തന്നെ, പക്ഷെ കൂടുതൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നുണ്ട്. സോ ഇൻ എഫക്ട് ഫൈനലി വെലോസിറ്റി വിൽ ബി ഈക്വൽ. ഓക്കെ, ഗിവൺ ദാറ്റ് ദർ ഇസ് നോ ഫ്രിക്ഷൻ, വേറെ എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നുമില്ല, ഗ്രാവിറ്റി മാത്രമേ ഉള്ളൂ എങ്കിൽ ആ കാണുന്ന സാധനത്തിന്റെ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ സംഭവങ്ങളും ബേസിക്കലി അവിടെ ക്യാൻസൽ ആയി പോകും. സൈൻ തീറ്റ ക്യാൻസൽ ആയത് കണ്ടോടാ. ഓക്കെ, യെസ്, ഓൾറൈറ്റ്. സോ അടുത്ത ക്വസ്റ്റ്യൻ, question number 20. A block has been placed on an inclined plane with slope angle theta. Block slides down the plane at constant speed. The coefficient of kinetic friction is equal to. Coefficient of kinetic friction is equal to. Block has been placed on an inclined plane with slope angle theta. Block slides down the plane at constant speed. Okay.
ആംഗിൾ തീറ്റ ഒരു ബ്ലോക്ക് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഫോഴ്സസ് നമ്മൾ മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി എം ജി. ആ എം ജിയുടെ രണ്ട് കമ്പോണൻസ് ഉണ്ടാവും. ദിസ് ഇസ് എം ജി കോസ് തീറ്റ ആൻഡ് ഇങ്ങോട്ടുള്ള കമ്പോണന്റ് എം ജി സൈൻ തീറ്റ. കൂടാതെ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് നോർമൽ റിയാക്ഷനും സർഫസ് ഇൻക്ലൈൻ പ്ലെയിൻ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞു. സ്വാഭാവികമായിട്ടും ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവും. ഓക്കെ, സോ ഇത്രയാണ് അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ്. ഇനി ചോദിച്ചിട്ടുള്ളത് ഇറ്റ് സ്ലൈഡ്സ് ഡൗൺ the plane at constant speed. At constant speed എന്ന് പറഞ്ഞ ആക്സിലറേഷൻ 0, നെറ്റ് ഫോഴ്സ് 0. ഓക്കെ, at constant speed നെറ്റ് ഫോഴ്സ് 0 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എം ജി സൈൻ തീറ്റ മസ്റ്റ് ബി ഈക്വൽ ടു ഫ്രിക്ഷണൽ ഫോഴ്സ്. ഇനി ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ പ്രത്യേകത, എത്രയാണോ റിക്വയർമെന്റ് അതിനനുസരിച്ച് ഫ്രിക്ഷൻ കൂടും അപ് ടു എ മാക്സിമം. സോ ഫ്രിക്ഷന്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് അതാണ് നമ്മൾ മ്യൂ എസ് എൻ, കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഓർ കൈനറ്റിക് ഫ്രിക്ഷൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു ഇതിനെ കൈനറ്റിക് ആയിട്ട് കൺസിഡർ ചെയ്യാം. kinetic friction. So mg sin theta is equal to kinetic friction. Okay, so അങ്ങനെയാണെങ്കിൽ kinetic frictionന്റെ കേസിൽ ലിമിറ്റിംഗ് വാല്യൂം കാര്യങ്ങളൊന്നും നോക്കണ്ട. നമുക്ക് എന്ത് എഴുതിയാൽ മതി? kinetic friction is equal to mu k into normal reaction. What is normal reaction? Normal reaction mg cos theta അങ്ങോട്ടും ഇങ്ങോട്ടും ബാലൻസിങ് ആണ്. So this is mu k mg cos theta. So അത് ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ലെഫ്റ്റ് സൈഡിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ mg sin theta is equal to mu k mg cos theta. So mg gets cancelled, sin theta by cos theta ലെഫ്റ്റ് സൈഡിലേക്ക് എടുത്തു കഴിഞ്ഞാൽ tan theta കിട്ടും. So tan theta is equal to mu k. So the coefficient of kinetic friction is equal to tan theta, option D. അടുത്ത ക്വസ്റ്റ്യൻ. Next one. Question number 21. Two stones of masses m and 2m are whirled in horizontal circles. The heavier one in radius r by 2 and the lighter one in radius r. The tangential speed of lighter stone is n times that of the value of heavier stone when they experience same centripetal force, value of n. കുറേ ഇൻഫർമേഷൻസ് തന്നിട്ടുണ്ട്. ഒരൊറ്റ വായന കൊണ്ട് അത് മനസ്സിലാവില്ല. ഒരു പ്രാവശ്യം കൂടെ വായിക്കുക, തന്നിട്ടുള്ള ഇൻഫർമേഷൻസ് നോട്ട് ഡൗൺ ചെയ്യുക. Two stones of masses m and 2m. Horizontal circles. Whirled in a horizontal circle. The heavier one in radius r by 2 and the lighter one in radius r. So, within the radius r, within the radius r by 2 ആണ്. Heavier in r by 2. So 2m r by 2. The tangential speed of lighter one is n times the value of heavier one. So ഈ കാണുന്ന സാധനത്തിന്റെ ടാൻജൻഷ്യൽ സ്പീഡ് v ആണെങ്കിൽ ഇതിന്റെ ടാൻജൻഷ്യൽ സ്പീഡ് nv ആണ്. When they experience same centripetal force. ഈ കാണുന്ന സാധനത്തിന്റെ centripetal force fc ആണ്. ഇതിന്റെ centripetal force fc ആണ്. രണ്ടും സെയിം centripetal force ആണ്. The value of n is. So തന്നിട്ടുള്ള ഇൻഫർമേഷൻസ് വെച്ച് രണ്ടിന്റെ centripetal force നമുക്ക് എന്ത് എഴുതാം? Equation the mv square by r, m into nv the whole square by r. ഇവിടെ fc is equal to 2m into v square by r by 2. ഇത് രണ്ടും ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ രണ്ടും കൂടെ ഈക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ ആയി m into n square v square by r is equal to 2m into v square by r by 2. ആ 2 മോളിൽ വരും. റെഡി? സോ ക്യാൻസൽ ചെയ്യാനുള്ളതൊക്കെ ക്യാൻസൽ ചെയ്യാം. എം ക്യാൻസൽ ആവും, വി സ്ക്വയർ ക്യാൻസൽ ആവും, ആർ ക്യാൻസൽ ആവും. ബാക്കി എന്താ ഉള്ളത്? n square is equal to right side 4n is equal to 2. Okay, so the answer is 2.
അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 22. സോ നമ്മൾ അഗൈൻ സർക്കുലർ മോഷൻ എന്ന് പറയുന്ന ടോപ്പിക് പറ്റി. Question number 22. A car is moving on a circular horizontal track of radius 10 meters with a constant speed of 10 meters per second. A bob is suspended from the roof of the car by a light wire of length 1 meter. The angle made by the wire with the vertical. സ്വാഭാവികമായിട്ടും ക്വസ്റ്റ്യൻ കാർ മൂവിംഗ് ഇൻ എ സർക്കുലർ ഹൊറിസോണ്ടൽ ട്രാക്ക്, റേഡിയസ് തന്നിട്ടുണ്ട്, സ്പീഡ് തന്നിട്ടുണ്ട്. The bob is suspended from the roof of the car by a light wire of length 1 meter. The angle made by the wire with the vertical. സോ അവിടെ നിങ്ങൾ സംഭവം ഒന്ന് ആലോചിച്ച് നോക്കിയേ. കാർ ഇങ്ങനെ ഒരു സൈഡിലേക്ക് ടേൺ ചെയ്യുമ്പോൾ നമ്മളാണെങ്കിലും കാറിനകത്തിരിക്കുമ്പോൾ ഏത് സൈഡിലേക്കാണോ കാർ ടേൺ ചെയ്യുന്നത് ആ സൈഡിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമുക്കൊരു ഇനർഷ്യ ഉണ്ടാവും, അല്ലെങ്കിൽ സ്യൂഡോ ഫോഴ്സ് ഉണ്ടാവും എന്നൊക്കെ പറയാം. ഓക്കെ, സോ അതേ സംഭവം തന്നെയാണ് നമ്മൾ ഒരു പെൻഡുലം കെട്ടിത്തൂക്കി കാർ ഓടിച്ചു കഴിഞ്ഞാൽ കാറിനകത്തിരിക്കുന്ന പെൻഡുലം ആ സൈഡിലേക്ക് ഡീവിയേറ്റ് ചെയ്യും. റെഡി? സോ അപ്പോൾ ഇതാണ് സിറ്റുവേഷൻ. വിചാരിക്കുന്നത് കാർ ഇത് അങ്ങനെയാണ് പോകുന്നത്. ഈ കാണുന്ന സർക്കുലർ പാത്തിന്റെ റേഡിയസ് 10 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. ആൻഡ് കാർ ട്രാവൽ ചെയ്യുന്ന സ്പീഡ് 10 മീറ്റർ പെർ സെക്കൻഡ്. റെഡി? സ്വാഭാവികമായിട്ടും കാറിനകത്തിരിക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ കാറിന്റെ സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ നമുക്ക് ആവശ്യമുണ്ട്. കാറിനകത്തിരിക്കുന്ന പെൻഡുലം ലെഫ്റ്റ് സൈഡിലേക്ക് കാർ ടേൺ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും പെൻഡുലത്തിന് ഒരു സ്യൂഡോ ഫോഴ്സ് ഉണ്ടാവും. ദാറ്റ് വിൽ ബി mv²r. ഓക്കെ, അതുകൊണ്ട് കൂടാതെ ഏതും കാണും, mg കാണും. സോ അതുകൊണ്ട് പെൻഡുലം എന്താ ഇങ്ങനെ ഈ ഒരു പൊസിഷനിലേക്ക് മാറും. റെഡിയാണോ? ഈ കാണുന്ന mv²r mg രണ്ട് ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ ഇതൊരു mv²r ഉണ്ടാവും. ഈ താഴേക്ക് mg ഉണ്ട്. ഇത് കാരണം ഈ കാണുന്ന സാധനം പെൻഡുലം ഒരു സൈഡിലേക്ക് ഡീവിയേറ്റ് ചെയ്യും. ഈ ആംഗിൾ ആണ് ക്വസ്റ്റ്യൻ. റെഡി? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? സോ അപ്പൊ നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യണം. mv²r നമുക്കറിയാം, വിയും ആർക്ക് തന്നിട്ടുണ്ട്. mg മാസ് വേണമെന്നില്ല, കാരണം മാസ് ക്യാൻസൽ ആയി പോകാനുള്ളതാണ്. സോ ആ ആംഗിൾ ആണ് നമുക്ക് വേണ്ടത്. ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. സ്വാഭാവികമായിട്ട് ഫോഴ്സ് ബാലൻസിങ് ആണ് ബെസ്റ്റ് പരിപാടി. ഇത് mv²r, ഇത് mg. വെർട്ടിക്കലുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റ. സ്വാഭാവികമായിട്ടും ഇവിടെ ടെൻഷൻ ഉണ്ടാവും സ്ട്രിങ്ങിൽ. ഈ കാണുന്ന നെറ്റ് ഫോഴ്സ് ഒരു പ്രാവശ്യം കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഫൈൻ. സോ ആ ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് ഏത് ഒന്നുകൂടെ ശ്രദ്ധിച്ചേ. കാർ ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും കാറിനകത്തിരിക്കുന്ന നമുക്ക് എങ്ങോട്ടാണ് സ്യൂഡോ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യാം? കാർ ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്യുമ്പോൾ, ഞാൻ ആ വരച്ച റോഡിന്റെ ഡയറക്ഷൻ അനുസരിച്ചാണ് ഞാൻ ഈ ലെഫ്റ്റ് എന്ന് പറയുന്നത്. സോ കാർ ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങോട്ട് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും? റൈറ്റിലേക്ക്. ആ ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മളിപ്പോ പറഞ്ഞ സംഭവമാണ്. ഏത്? സ്യൂഡോ ഫോഴ്സ് ആണ്, അല്ലെങ്കിൽ ഇനേർഷ്യ ആണെന്നൊക്കെ പറഞ്ഞു. ആ കാണുന്ന റൈറ്റിലേക്കുള്ള ഫോഴ്സ് നമുക്ക് മാത്രമല്ല, കാറിനകത്തൊരു പെൻഡുലം നമ്മൾ കെട്ടി തൂക്കിയിട്ടുണ്ട്. അതാണ് ക്വസ്റ്റ്യൻ. കാറിനകത്തിരിക്കുന്ന പെൻഡുലത്തിനും ആ mv²r റൈറ്റിലേക്ക് ഉണ്ടാവും. അതുകൊണ്ടാണ് അത് നേരെ കുത്തനെ നിൽക്കേണ്ട പെൻഡുലം റൈറ്റ് സൈഡിലേക്ക് ചെരിയുന്നത്. ആ ഫിഗർ മനസ്സിലായിട്ടുണ്ടോ? mv²r mg ഉണ്ടായതുകൊണ്ട് mg റൈറ്റിലേക്ക് ഉള്ളതുകൊണ്ട് അത് ചെരിയും. ഓക്കെ, ആ ചെരിവ്, ആ ആംഗിൾ ആണ് ആംഗിൾ മെയ്ഡ് ബൈ ദ വയർ വിത്ത് വെർട്ടിക്കൽ. അതാണ് ക്വസ്റ്റ്യൻ. സോ എന്താണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, എന്താണ് സംഭവിച്ചത് മനസ്സിലായിട്ടുണ്ടോ? ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ക്ലിയർ ആണോ? ഇനി നമുക്ക് ചെയ്യാനുള്ളത് അവിടെ ഫോഴ്സ് ബാലൻസിങ് ആണ്. സോ ഈ കാണുന്ന സാധനത്തിന് ഞാൻ ഹൊറിസോണ്ടലും വെർട്ടിക്കലായിട്ട് റിസോൾവ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. സോ ഈ കാണുന്ന ആംഗിൾ തീറ്റ ആണെങ്കിൽ ഈ ആംഗിളും തീറ്റ വരും. സോ ടെൻഷന്റെ മുകളിലേക്കുള്ള കമ്പോണന്റ് ടി കോസ് തീറ്റ, ടെൻഷന്റെ ലെഫ്റ്റിലേക്കുള്ള കമ്പോണന്റ് ടി സൈൻ തീറ്റ. Therefore, t sin theta must be equal to mv²r. T cos theta must be equal to mg. ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാണുന്ന രണ്ടും കൂടെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ tan theta is equal to mv²r by mg. m gets cancelled. This is equal to v² by rg. ഇതൊരു സാധാരണ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ ഫോമുല തന്നെ പഠിച്ചു വെക്കാം. അതായത് തീറ്റ is equal to tan inverse v² by rg. അപ്പൊ ഇനി ഒന്ന് പറഞ്ഞേ, tan inverse what is v? v10² by r radius 10 ഗ്രാവിറ്റി. 10 എടുക്കാൻ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല അല്ലെ, അങ്ങ് എടുത്തോ, 10 എടുത്തോ. സോ അപ്പോൾ നമുക്ക് ആൻസർ റെഡി ആവും. സോ തീറ്റ is equal to tan inverse
1, that is 45 degree. Okay, answer radian is pi by 4. Clear ആണോ? So ആ കാണുന്ന ഫോർമുല നിങ്ങൾക്ക് ബൈ ഹാർട്ട് ചെയ്യാം. theta equal tan inverse c square by r. സാധാരണ കാണാറുള്ള ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. സോ ആ ക്വസ്റ്റ്യൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഫോഴ്സ് ബാലൻസിങ് മാത്രമേ ചെയ്യേണ്ടുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 23. Number 23. A car of mass 1000 kg negotiates a banked curve or radius. Okay, fine. അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ വായിക്കുന്നു. Car of radius 1000 kg negotiates a banked curve of radius 90 meter on a frictionless road. The banking angle is 45 degrees. The speed of the car is. Frictionless road എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ എന്താ പറയുക, റിക്വയർഡ് ഫ്രിക്ഷൻ 0 ആവുന്ന ഒരു കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒപ്റ്റിമം വെലോസിറ്റി. ഓക്കെ, അതായത് ഫ്രിക്ഷൻ അതായത് റോഡിൽ ഫ്രിക്ഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പ്രശ്നമില്ല, ഫ്രിക്ഷൻ അവിടെ 0. കാരണം അവിടെ നോർമൽ റിയാക്ഷന്റെ കമ്പോണന്റ് ആണ് റിക്വയർഡ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഓഫർ ചെയ്യുന്നത്. സോ അതിന് വേണ്ട നമ്മളോട് പറഞ്ഞിട്ടുള്ള കാറിന്റെ മാസ് തന്നിട്ടുണ്ട്, ബാങ്ക്ഡ് കർവ്, റേഡിയസ് ഓഫ് ദ കർവ് പറഞ്ഞിട്ടുണ്ട്. ഈ ദ ബാങ്കിങ് ആംഗിൾ ഈസ് 45, ദി സ്പീഡ് ഓഫ് ദ കാർ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടത് optimum velocity is equal to root of rg tan theta. Okay, so വളരെ സിമ്പിൾ ആണ്, ഡയറക്റ്റ് അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. സ്ക്വയർ റൂട്ട് ഓഫ് റേഡിയസ് എത്ര തന്ന് 90 into g 10, tan 45 is 1. So square root of 900, the answer is 30 meter per second. Okay, അടുത്ത ക്വസ്റ്റ്യൻ. Question number 24. Question number 24. A car of mass m is moving on a level circular track of radius r. If mu represents the static friction between the road and the tire of the car, maximum speed of the car in circular motion is given by. I think direct formula ആണോ സംശയം? Yes. എന്താ ഫോർമുല പറഞ്ഞോ? Question number 24 ആൻസർ 24 ഡയറക്റ്റ് ആൻസർ ആണ്. Question number 24 ആൻസർ യെസ്, നമ്മൾ ഡിറൈവ് ചെയ്തില്ല. ഈ കാണുന്ന ഫോർമുല ഐ തിങ്ക് ഡിറൈവ് ചെയ്തിട്ടുണ്ട്. യെസ്, സ്ക്വയർ റൂട്ട് ഓഫ് മ്യൂ ആർജി ഓർ മ്യൂ സാർജ്. ഓക്കെ, ആൻഡ് നമ്പർ 25. Question number 25. The 500 kg car takes a round turn of radius 50 meter with velocity 36 km/h. The centripetal force mv square by m എത്രയാ? It's 500. v velocity ആണ്, that is 36 km/h എന്ന് പറഞ്ഞാൽ എത്രയാടാ? അതിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണം, SI യൂണിറ്റിലേക്ക് മാറ്റണം. ആൻസർ കിടക്കുന്നത് ന്യൂട്ടണിലാണ്. യെസ്, 36 km/h എന്ന് പറയുന്നത് 10 meter per second ആണ്. So 10 square divided by r radius ആണ്, that is 50. So 50 500 കട്ട് ചെയ്തൊരു 10 ആണ്. So 10 square 1000 Newton. ഓക്കെ, സോ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒരുവിധം മോഡലുകളൊക്കെ എക്സ്ട്രീം ലെവലിലുള്ള മോഡൽസ് ഒന്നും ചെയ്യാൻ സമയം ഉണ്ടാവില്ല. സോ കുറച്ച് നിങ്ങൾക്ക് വേണ്ട അത്യാവശ്യം വേണ്ട മോഡൽസും കാര്യങ്ങളുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ ഐ തിങ്ക് അടുത്തത് വർക്ക് ഡൺ ആണ്. സോ അതുവരെയാണ് വർക്ക് എനർജിയിലുള്ള മാസ് ഓഫ് മോഷനുള്ള ക്വസ്റ്റ്യൻ. നമുക്ക് വർക്ക് എനർജി ഫോർമുല ചാപ്റ്ററിലേക്ക് പോകാം. ഒരു 15 മിനിറ്റും കൂടെ സമയമുള്ളൂ. സോ യെസ്, നിങ്ങൾ കൂടുതൽ എക്സാംസ് ഉണ്ടാവും, ക്വസ്റ്റ്യൻസ് ബാക്കി മെറ്റീരിയൽസും ബാക്കി സംഭവങ്ങളൊക്കെ നിങ്ങൾ വെച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യുക, ഡൗട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. കഴിഞ്ഞ സാറൊക്കെ ഡൗട്ട്സ് ചോദിച്ചിരുന്നു, എനിക്ക് പറഞ്ഞ് ഡിസ്കസ് ചെയ്യാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റിയിട്ടില്ല. ചെയ്തു തരും, അതായത് ഫ്രീ ടൈം കിട്ടുമ്പോൾ ക്വസ്റ്റ്യൻസ് ഞാൻ സോൾവ് ചെയ്ത് സെൻഡ് ചെയ്ത് തരാം. സോ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം, അതല്ലെങ്കിൽ ഗ്രൂപ്പിലല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ട് സെൻഡ് ചെയ്താലും കുഴപ്പമില്ല. എല്ലാവരും കൂടെ ക്വസ്റ്റ്യൻസ് ചറവറ സെൻഡ് ചെയ്യാൻ നിൽക്കണ്ട, നിങ്ങൾക്ക് ചെയ്ത് നോക്കിയിട്ട് കിട്ടാത്ത ക്വസ്റ്റ്യൻസ് മാത്രം സെൻഡ് ചെയ്താൽ മതി. ഓക്കെ, സോ നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് പോകുന്നു. വർക്ക് എനർജി പവർ. Alright, work done.
W is equal to F dot S. Force into displacement എന്ന് പറയുന്നത് it's F dot S. ഇല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ അത് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ഒക്കെ എടുക്കും, എന്നിട്ട് ആൻസർ തെറ്റിക്കും. ഓക്കെ, this can also be written as work done is equal to Fs cos theta, where theta is the angle between force and displacement. Work done നമ്മൾ വേറെ റിലേഷൻ കൂടെ പറയാറുള്ളത് ഫോഴ്സ് പൊസിഷൻ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഗ്രാഫിന്റെ ഏരിയ അണ്ടർ ദ കർവ് ആണ്. സോ ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത് ഫോഴ്സ് ഡിസ്റ്റൻസ് കർവിന്റെ ഏരിയ അണ്ടർ ദ കർവ് എന്ന് പറയുന്നത് വർക്ക് ഡൺ ആണ്. അതുപോലെ തന്നെ നിങ്ങൾ തെർമോഡൈനാമിക്സിലൊക്കെ കൂടുതലായിട്ട് വരുന്ന സാധനമാണ് പി വി ഗ്രാഫിന്റെ അണ്ടറിലുള്ള ഏരിയ. പി വി ഗ്രാഫിന്റെ അണ്ടറിലുള്ള ഏരിയ എന്ന് പറയുന്നത് വർക്ക് ഡൺ ആണ്. ഓക്കെ, അടുത്ത പോയിന്റ് എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം ഇത്രേ ഉള്ളൂ. ഒരു ഒബ്ജക്റ്റ് മാസ് എം, ഇനീഷ്യലി വെലോസിറ്റി 0, നമ്മൾ അതിന്റെ മുകളിൽ ഒരു ഫോഴ്സ് എഫ് അപ്ലൈ ചെയ്തു. അത് എങ്ങോട്ടായിരിക്കും മൂവ് ചെയ്യാം? ക്വസ്റ്റ്യൻ, ഒരു ഒബ്ജക്റ്റ് മാസ് എം, നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എഫ്, ഇനീഷ്യലി വെലോസിറ്റി 0. സോ വാട്ട് വിൽ ബി ഇറ്റ്സ് ഡയറക്ഷൻ ഓഫ് ഡിസ്പ്ലേസ്മെന്റ്? ആ ഒബ്ജക്റ്റിന്റെ ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയറക്ഷൻ എങ്ങോട്ട്? ആ ഒബ്ജക്റ്റിന്റെ ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയറക്ഷൻ എങ്ങോട്ട്? ആ ഒബ്ജക്റ്റിന്റെ ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയറക്ഷൻ എങ്ങോട്ട്? റൈറ്റ്. റൈറ്റ് ഇൻ ദ സെൻസ്, എന്തുകൊണ്ടാണ് റൈറ്റ് എന്ന് പറയാൻ കാരണം? റൈറ്റ് ബിക്കോസ് ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. ഓക്കെ, സോ അതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഡിസ്പ്ലേസ്മെന്റ് ഈ ഡയറക്ഷനിലാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പൊ ഈ പറയുന്ന തീറ്റ എത്ര അവിടെ? വാട്ട് ഈസ് ആംഗിൾ ബിറ്റ്വീൻ ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്? 0 അല്ലേ? തീറ്റ 0 ആണല്ലോ. അപ്പൊ പിന്നെ നമ്മൾ പലപ്പോഴും അതായത് ഫോഴ്സ് ഇതാ ഈ ഡയറക്ഷനിൽ, ഡിസ്പ്ലേസ്മെന്റ് ഈ ഡയറക്ഷൻ എന്ന് പറയാറില്ലേ? ആൻഡ് ആംഗിൾ ബിറ്റ്വീൻ ദം ഈസ് തീറ്റ. അപ്പൊ എന്റെ ചോദ്യം ഇത്രേ ഉള്ളൂ, ഫോഴ്സിന്റെ അതേ ഡയറക്ഷനിലല്ലേ ഡിസ്പ്ലേസ്മെന്റ് വരേണ്ടത്? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ, ഫോഴ്സിന്റെ അതേ ഡയറക്ഷനിലല്ലേ ഡിസ്പ്ലേസ്മെന്റ് വരേണ്ടത്? എന്തുകൊണ്ട് അങ്ങനെയല്ല? യെസ്, സോ ആ ആൻസർ നിങ്ങൾക്ക് അറിയാവുന്ന രണ്ടുപേരൊക്കെ ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എക്സ്പെക്ട് ചെയ്ത ആൻസർ തന്നെയാണ്. അതായത് ഫോഴ്സിന്റെ ഡയറക്ഷനിൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സിന്റെ ഡയറക്ഷനിൽ ആവണമെന്നില്ല എപ്പോഴും ഡിസ്പ്ലേസ്മെന്റ്. അതിന് കാരണം there can be more than one force. ഓക്കെ, ഒന്നുകൂടെ, ഇവിടെ ഒന്നിൽ കൂടുതൽ ഫോഴ്സസ് ഉണ്ടാവാം. ആ ഫോഴ്സസിന്റെ നെറ്റ് ഫോഴ്സിന്റെ റിസൾട്ടന്റ് ഫോഴ്സിന്റെ ഡയറക്ഷനിലാണ് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുക. ഓക്കെ, അഥവാ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എഫ് കൂടാതെ വേറെ ഏതെങ്കിലും ഫോഴ്സ് അവിടെ ആക്ട് ചെയ്യുന്നുണ്ടാവും. അതിന്റെ എല്ലാം കൂടെ എഫക്റ്റീവ് ആണ് ആ കാണുന്ന ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ ഈ പറയുന്ന വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്താണ്? വർക്ക് ഡൺ എന്ന് പറയുമ്പോൾ എഫ് ഡോട്ട് എസ് എന്ന് നമ്മൾ എടുക്കുന്നതിൽ, അപ്പൊ ഈ കാണുന്ന എഫ്, ചോദ്യം, ഈ കാണുന്ന എഫ് നെറ്റ് ഫോഴ്സ് ആണോ അതോ നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സ് മാത്രമാണോ? ക്വസ്റ്റ്യൻ ഒന്നും കൂടെ, ഈ കാണുന്ന വർക്ക് ഡൺ ഇക്വേഷനില്
എഫ് ഡോട്ട് എസിലുള്ള എഫ് നെറ്റ് ഫോഴ്സ് ആണോ അതോ നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സ് മാത്രമാണോ? അപ്ലൈഡ് ഫോഴ്സ്, അപ്ലൈഡ് നെറ്റ്, പലരും പല ആൻസറും പറയുന്നുണ്ട്. ഓക്കെ, സോ മതി. ഇനി ഞാൻ അതിൻ്റെ ഒരു സംഭവം എക്സ്പ്ലെയിൻ ചെയ്യാം. വളരെ സിമ്പിൾ ആയിട്ടൊരു ഐഡിയ ആണ്, പലപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാക്കും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ ചോദിക്കുന്നത്. നിങ്ങളുടെ കൺഫ്യൂഷൻ ആയിട്ട് വേണം ക്ലിയർ ആക്കാൻ. അതായത് ഈ ഫിഗർ നോക്കിയേ, ഇവിടെ നമ്മളൊരു എഫ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. നമ്മൾ അപ്ലൈ ചെയ്ത എഫ് അല്ലാതെ വേറെയും പല ഫോഴ്സ് പല ഡയറക്ഷൻ ഉണ്ടാവാം. ഓക്കെ, അതുകൊണ്ടാണ് അതിന്റെ റിസൾട്ടന്റ് ഡയറക്ഷനിലാണ് ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, ഈ കാണുന്ന ഡിസ്പ്ലേസ്മെന്റിന് കാരണം നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സ് മാത്രമല്ല. ഓക്കെ, ഇനി വർക്ക് ഡൺ എന്ന് പറയുമ്പോൾ ഈ വർക്ക് ഡൺ എന്ന് പറയുന്നത് വർക്ക് ഡൺ ബൈ നമുക്ക് എന്ത് കൊടുക്കാം? നെറ്റ് ഫോഴ്സ് വേണോ? അങ്ങനെ എടുക്കാം. നെറ്റ് ഫോഴ്സ് വേണ്ടേ? നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സ് മാത്രം മതിയോ? അങ്ങനെയും എടുക്കാം. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സ് മാത്രം എടുക്കുകയാണെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സിന്റെ ഡയറക്ഷൻ ഇതാണ്, ഡിസ്പ്ലേസ്മെന്റ് ആ ഡയറക്ഷനിലല്ല. അപ്പൊ നമ്മൾ ഡിസ്പ്ലേസ്മെന്റിന്റെ കമ്പോണന്റ് ആക്കുന്നു. ഡിസ്പ്ലേസ്മെന്റിന് രണ്ട് കമ്പോണന്റ്, ഇത് എസ് കോസ് തീറ്റ, ഇത് എസ് സൈൻ തീറ്റ. നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സ് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ അതിനുണ്ടാവേണ്ട ഡിസ്പ്ലേസ്മെന്റ്, ശ്രദ്ധിക്കുക, നേരത്തെ ചോദിച്ച ചോദ്യമാണ്. നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ അതിനുണ്ടാവേണ്ട ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സിന്റെ ഡയറക്ഷനിലാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്ത ഈ എഫ് എന്ന് പറയുന്ന ഫോഴ്സ് കാരണം അവിടെ ഉണ്ടായ ഡിസ്പ്ലേസ്മെന്റ് എസ് കോസ് തീറ്റ. നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സിന് പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ വരുന്ന എസ് സൈൻ തീറ്റ എന്ന് പറയുന്ന ഡിസ്പ്ലേസ്മെന്റിൽ ഈ പറയുന്ന നമ്മുടെ ഫോഴ്സിന് യാതൊരു ഇൻവോൾവ്മെന്റും ഇല്ല. സോ വാട്ട് ഈസ് ദ വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ്? The force F is equal to F into displacement in the component. ഏത് കമ്പോണന്റ്? എഫിന്റെ ഡയറക്ഷനിലെ കമ്പോണന്റ്. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സ് ഉണ്ടാക്കുന്ന വർക്ക് ഡൺ എന്ന് പറയുന്നത് നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സും ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. പക്ഷേ ഏത് കമ്പോണന്റ് മാത്രമേ എടുക്കാൻ പാടുള്ളൂ? നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സിന്റെ ഡയറക്ഷനിലെ കമ്പോണന്റ് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ഓക്കെ, ഇനി എസ് സൈൻ തീറ്റ എന്ന് പറയുന്നത് നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സിന്റെ വെർട്ടിക്കൽ പെർപെൻഡിക്കുലർ ഡയറക്ഷനിലുള്ള കമ്പോണന്റ് ആണ്. സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാക്കുന്നതിൽ നമ്മുടെ ഫോഴ്സിന്, നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഫോഴ്സിന് യാതൊരു ഇൻവോൾവ്മെന്റും ഇല്ല. സോ അപ്പൊ വർക്ക് ഡൺ എന്ന് എപ്പോഴും വർക്ക് ഡൺ പറയുന്ന സമയത്ത് എപ്പോഴും വർക്ക് ഡൺ ബൈ ഹൂ ഉണ്ടാവും. ഓക്കെ, ആര് ചെയ്യുന്ന വർക്ക് ഡൺ ബൈ വിച്ച് ഫോഴ്സ്? അതല്ലെങ്കിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടാവും വർക്ക് ഡൺ ബൈ നെറ്റ് ഫോഴ്സ്, അല്ലെങ്കിൽ വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, വർക്ക് ഡൺ ബൈ ഫ്രിക്ഷൻ, വർക്ക് ഡൺ ബൈ നോർമൽ റിയാക്ഷൻ, വർക്ക് ഡൺ ബൈ അപ്ലൈഡ് ഫോഴ്സ് ഓർ വർക്ക് ഡൺ ബൈ നെറ്റ് ഫോഴ്സ് എന്നൊക്കെ പ്രത്യേകം പറയണം. അല്ലെങ്കിൽ അത് അപ്പോഴേ അതിന്റെ ഒരു സെൻസ് വരുള്ളൂ. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ വർക്ക് ഡൺ പറയുമ്പോൾ വർക്ക് ഡൺ ബൈ വിച്ച് ഫോഴ്സ് എന്നും കൂടെ അതിന്റെ കൂടെ ഉണ്ടാവും. അപ്പൊ ആ ഫോഴ്സ് ഇൻറ്റു കമ്പോണന്റ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് അലോങ് ദ ഡയറക്ഷൻ ഓഫ് ദാറ്റ് ഫോഴ്സ്. ആ ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റിന്റെ കമ്പോണന്റ് ആ ഫോഴ്സിന്റെ ഡയറക്ഷനിലെ ഡിസ്പ്ലേസ്മെന്റിന്റെ കമ്പോണന്റ് കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. അതിനാണ് നമ്മൾ സിംപ്ലി എഫ് ഡോട്ട് എസ് എന്ന് പറയുന്ന ഒരു ഡെഫിനേഷൻ ആക്കി കൊടുത്തുള്ളത്. അത് വെക്ടേഴ്സിന്റെ ഡോട്ട് പ്രൊഡക്റ്റിന് ഇക്വലന്റ് ആണ് എന്നുള്ള അർത്ഥത്തിൽ. റെഡിയാണോ? ക്ലിയർ ആണോ? സോ വർക്ക് ഡണിന്റെ ഡെഫിനേഷൻ എവിടെ നിന്ന് വന്നു, എന്താണ് അതിന്റെ സിഗ്നിഫിക്കൻസ്, ആ ഡയറക്ഷനും അതിന്റെ മീനിങ്ങും എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ അതിന്റെ അടിസ്ഥാനത്തിലാണ്. ക്ലിയർ ആണോ? ഇനി നിങ്ങൾക്ക് അറിയാം ആംഗിൾ 90 ഡിഗ്രി ആകുമ്പോൾ വർക്ക് ഡൺ 0 ആവും. പിന്നെ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ വർക്ക് ഡൺ ഉണ്ടാവുള്ളൂ. ഓക്കെ, സോ അതൊക്കെയാണ് വർക്ക് ഡണ്ണുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഡോട്ട് പ്രൊഡക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് അറിയാം. നെക്സ്റ്റ് എനർജി. Will work done be 0 when there is force and displacement? റോബിന്റെ ക്വസ്റ്റ്യൻ ആണ്. യെസ്, ഫോഴ്സും ഉണ്ട് ഡിസ്പ്ലേസ്മെന്റും ഉണ്ട്. വർക്ക് ഡൺ 0 ആവാം വെൻ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്തു, ആ ഡയറക്ഷനിൽ ഡിസ്പ്ലേസ്മെന്റ് ഇല്ല, വേറെ ഏതോ ഡയറക്ഷനിലാണ് ഡിസ്പ്ലേസ്മെന്റ്. വേറെ ഏതോ മീൻസ് ആ കാണുന്ന ഫോഴ്സിന്റെ പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ. എക്സാമ്പിൾ, റിയൽ കേസ് എക്സാമ്പിൾസ്. ഓക്കെ, ഒരു റോഡ്. ഓക്കെ, ആ റോഡിന് ചുറ്റും ഒരു റിംഗ് ഉണ്ട്.
ആ റിങ്ങിനെ നമ്മൾ ഇങ്ങോട്ടൊരു സ്ട്രിങ് വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇവിടെ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തു. ആ റിങ് എങ്ങോട്ടാ പോവാ? ക്വസ്റ്റ്യൻ ഒരു എക്സാമ്പിൾ പറയാനുള്ള ചോദിച്ചുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ആ റിങ് എങ്ങോട്ടാ പോവാ? റിങ് താഴേക്ക് പോകും. എന്തുകൊണ്ട്? റിങ്ങിന് വെയിറ്റ് ഉണ്ട്, അതുകൊണ്ട് റിങ് താഴേക്ക് പോകും. റിങ്ങിന് വെയിറ്റ് mg ഉണ്ട്, അതുകൊണ്ട് റിങ് താഴേക്ക് പോകും. സോ വാട്ട് ഇസ് ദ വർക്ക് ഡൺ ബൈ F? What is the work done by F? Work done by F is 0. അതേസമയം വർക്ക് ഡൺ ഉണ്ടോ? നെറ്റ് വർക്ക് ഡൺ ഉണ്ടോ അവിടെ? ആര് ചെയ്ത വർക്കാണുള്ളത്? ആര് ചെയ്ത വർക്കാണുള്ളത്? ഗ്രാവിറ്റി ചെയ്ത വർക്കാണ്. റെഡിയാണോ? ആ പറഞ്ഞ് മനസ്സിലായിണ്ടോ? അതായത് ചില പ്രത്യേക കൺസ്ട്രെയിൻസിൽ നമ്മൾ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന ഡയറക്ഷനിൽ ഡിസ്പ്ലേസ്മെന്റേ കാണില്ല, അതിന് പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാവും ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, സോ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ വർക്ക് ഡൺ 0 ആണ്. കാരണം ഇവിടെ വർക്ക് ഡൺ ബൈ അവർ ഫോഴ്സ്, വർക്ക് ഡൺ ബൈ എഫ്. ഈ എഫ് ചെയ്ത വർക്ക് ഡൺ ആണ്, ഈ എഫ് ചെയ്ത വർക്ക് ഡൺ ആണ് 0, അല്ലാതെ നെറ്റ് വർക്ക് ഡൺ 0 അല്ല, അവിടെ mg വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അപ്പൊ അങ്ങനെയുള്ള കേസസിൽ മാത്രമേ ഈ പറയുന്ന ഡിഫറൻസ് ഉണ്ടാവുള്ളൂ. ഓക്കെ, ഒരു മിനിറ്റ്. ഹലോ റഷീദ് സാർ. ആ ആ ഓക്കെ, ശരി. ഓക്കെ, സോ ഓക്കെ, ടൈം ആയിട്ടുണ്ട്. സോ അതാണ് ഫോഴ്സിന്റെ വർക്ക് ഡൺ 0 ആവുന്ന ഒരു എക്സാമ്പിൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ അങ്ങനെയാണ് വരിക. ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റ് കൊണ്ട് വർക്ക് ഡൺ 0 ആവുന്നു, കാരണം ആംഗിൾ 90 ആണ്. അവിടെ വർക്ക് ചെയ്യുന്നത് mg ആണെന്ന് മാത്രം. നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സ് കാരണമുള്ള വർക്ക് 0 ആണ്. ഓൾറൈറ്റ്, സോ നമുക്ക് അവിടെ നിർത്താം. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അടുത്ത സെഷനിൽ നമുക്ക് ഇതിന്റെ തിയറി പോർഷൻസും കംപ്ലീറ്റ് ചെയ്യണം, ക്വസ്റ്റ്യൻസും കംപ്ലീറ്റ് ചെയ്യണം. അതാണ് ടാർഗറ്റ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ചെയ്തിട്ട് പോകും. സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് എന്തായാലും കാണും. അപ്പൊ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ചെയ്യും. ബാക്കിയുള്ളത് നമുക്ക് തിയറി പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യണം, ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്യണം. സോ അവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, സോ ഓൾ റൈറ്റ്, താങ്ക് യു എവരിവൺ.